ആയിക്കോട്ടെ, ഈ പറയുന്ന രണ്ട് ഏരിയയിലും പ്രിലിംസിലും അതുപോലെ തന്നെ മെയിൻസിലും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എലക്ഷൻ റീഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എലക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന റീഫോംസ് പല തവണ UPSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന ഡീക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, അതായത് പൊളിറ്റിക്സിൽ നിന്ന് എന്ത് ചെയ്യണം, ക്രിമിനൽ ആയിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തണം എന്ന് പറയുന്നത് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഈവൻ 2024 പോലും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഫോർമർ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്, ഓക്കെ, ഫോർമർ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ചെയർമാൻ ആയിട്ടുള്ള ഒരു എലക്ഷൻ റീഫോം കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു എലക്ഷൻ റീഫോം കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിനെയും അതുപോലെ തന്നെ ഫോർമർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിനേശ് ഗോസ്വാമി കമ്മിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ട്. അപ്പം ഈ കമ്മിറ്റികളുടെയൊക്കെ റെക്കമെൻഡേഷൻസിനെ മുൻനിർത്തിക്കൊണ്ട് 2024 എന്ത് ചെയ്തിട്ടുണ്ട്, മെയിൻസിന് UPSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക് ഡീക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് നിങ്ങൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നിരുന്നാൽ പോലും റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 അതുപോലെ തന്നെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 ഇത് രണ്ടിനെയും മുൻനിർത്തിക്കൊണ്ട് പ്രിലിംസിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പം അപ്രോച്ച് എങ്ങനെയായിരിക്കാം ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുമായിട്ട് എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ വരുന്നത് നമ്മുടെ GS2 അണ്ടറിലാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസെന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സുപ്രീം കോർട്ട് ഒരു പെറ്റീഷൻ ഹിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പെറ്റീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ടൈം ബാൻ കൊടുക്കണം. ആർക്കാണ്? കൺവിക്റ്റഡ് ഇൻഡിവിജ്വൽസ്. ഇപ്പൊ നമുക്കറിയാം, കറന്റ് സിനാരിയോ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഒരു MLA അല്ലെങ്കിൽ ഒരു MP, ഇനി അതല്ലെങ്കിൽ ഒരു കോമൺ മാൻ, ഒരു സിറ്റിസൺ, അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, ഒരു MLA ഒരു MP, അവര് ഏതെങ്കിലും ഒരു കേസിൽ ഈ പറയുന്ന പോലെ കൺവിക്റ്റഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഈ പറയുന്ന കൺവിക്ഷൻ പീരീഡ് കഴിഞ്ഞ് വീണ്ടും ഒരു 6 വർഷത്തെ ഒരു കൂൾ ഓഫ് പീരീഡ് കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് എന്ത് ചെയ്യാം, ഇലക്ഷനിൽ മത്സരിക്കാം. അപ്പൊ കറണ്ട് സിനാരിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഇൻഡിവിജ്വൽ ഉണ്ട്, ഒരു MLA ഉണ്ട്, ഓക്കെ, ഒരു MLA ഉണ്ട് അല്ലെങ്കിൽ ഒരു MP ഉണ്ട്. ഓക്കെ, ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ 3 വർഷത്തേക്ക് ഇവർക്ക് എന്ത് കിട്ടി, തടവ് കിട്ടി. അങ്ങനെ 3 വർഷം കഴിയുന്ന സമയത്ത് ഇവർ വീണ്ടും എന്ത് ചെയ്യും, അതായത് 2025 ഇവരെന്ത് ചെയ്യാണ്, 3 വർഷത്തേക്ക് തടവിന് വിധിക്കുകയാണ്. അങ്ങനെ 3 വർഷം കഴിഞ്ഞിട്ട് ഇവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. അതിനുശേഷം വീണ്ടും 6 വർഷം കൂടെ, ഓക്കെ, വീണ്ടും 6 വർഷം കൂടെ, ഇതാണ് കൂൾ ഓഫ് പീരീഡ്. ഈ കൂൾ ഓഫ് പീരീഡും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ഷനിൽ വീണ്ടും അവർക്ക് എന്ത് ചെയ്യാം, മത്സരിക്കാം. ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 അവർ കൺവിക്റ്റഡ് ആയി കഴിഞ്ഞാൽ ആഫ്റ്റർ 9 ഇയേഴ്സ് അവർക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഇലക്ഷനിൽ മത്സരിക്കാം. അതായത് 2034 ഇലക്ഷനിൽ, അതിപ്പോ സ്റ്റേറ്റ് അസംബ്ലി ആയിക്കോട്ടെ അതല്ലെങ്കിൽ പാർലമെന്റ് ആയിക്കോട്ടെ. സോ രണ്ട് രീതിയിലുള്ളതായി കഴിഞ്ഞാലും അവർക്ക് എന്ത് ചെയ്യാം, അവിടേക്ക് മത്സരിക്കാം. ഇതാണ് കറണ്ട് സിനാരിയോ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം, ഒരു കറപ്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കറപ്ഷൻ എന്ന് പറയുന്നത് അതൊരു ഇൻസ്റ്റന്റേനിയസ് ആക്ട് അല്ല, അതൊരു പേഴ്സണാലിറ്റിയുടെ അല്ലെങ്കിൽ അയാൾ ആസ് സച്ച് ഒരു ഗ്രീഡി ആയതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് വീണ്ടും ഒരു ടേം കൊടുക്കുന്ന സമയത്ത് 2034 ശേഷം അയാൾക്ക് ഒരു റീഫോം ഉണ്ടാവണം എന്നില്ല. ഹി മേ കണ്ടിന്യൂ ഫർദർ വിത്ത് ദ കറപ്ഷൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെറ്റീഷൻ സുപ്രീം കോടതിയിലേക്ക് കൊടുക്കുന്നത്. അതായത് ഒരു ലൈഫ് ടൈം ബാൻ കൊടുക്കണം. അതായത് ഒരു തവണ ഒരാള് ഏതെങ്കിലും ഒരു കറപ്ഷൻ ചാർജസിൽ കൺവിക്റ്റഡ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നീട് ഒരിക്കലും ഒരു ഇലക്ഷനിലും മത്സരിക്കാൻ സാധിക്കരുത് എന്നുള്ള ഒരു പെറ്റീഷൻ പോയിട്ടുണ്ട്. ഓക്കെ, ഇത് പെറ്റീഷൻ മാത്രമാണ്. അപ്പം ഇൻ കേസ് ഇപ്പൊ UPSC നിങ്ങളുടെ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെന്ന് വിചാരിക്കാം. അതായത് സ്റ്റേറ്റ്മെന്റ് ഇതാണ്: an MLA or MP who is convicted for more than 2 years cannot contest in election in his lifetime എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് സിനാരിയോയില് ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. കാരണം എന്താണ്, ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ കൺവിക്ഷൻ പീരീഡും അതുപോലെ തന്നെ ഒരു കൂൾ ഓഫ് പീരീഡ് ആയിട്ടുള്ള 6 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹി ക്യാൻ കണ്ടസ്റ്റ് ദി ഇലക്ഷൻ. ഓക്കെ, സോ അതൊന്ന് ഓർത്ത് വെക്കാം. ഇനി ഇതുകൊണ്ടാണ് ഈ പറയുന്ന ഡീക്രിമിനലൈസിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് വീണ്ടും എന്ത് ചെയ്യുന്നത്, ഇലക്ഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു UPSC പെർസ്പെക്റ്റീവില് ഡിബേറ്റിലേക്ക് വരുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കണം, അതായത് പ്രോബിറ്റി ഇൻ പബ്ലിക് ലൈഫ്. ഈ ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് GS4 സിലബസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് പ്രോബിറ്റി എന്ന് പറയുന്നത്. പ്രോബിറ്റി ഇൻ ഗവർണൻസ് അല്ലെങ്കിൽ പ്രോബിറ്റി ഇൻ പബ്ലിക് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ഈ പറയുന്ന ടോപ്പിക്കിന് GS4 എന്തുണ്ട്, ബന്ധമുണ്ട്. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് എത്തിക്കൽ പെർസ്പെക്റ്റീവിലും സെയിം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സെയിം ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം.
സോ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്രിലിംസിൽ കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് ഒന്നെങ്കിൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിനെ മുൻനിർത്തിയിട്ടായിരിക്കും, അതായത് 1950 അല്ലെങ്കിൽ 1951. ഈ രണ്ട് ആക്ടുകളും നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കണം. അതിൽ നിന്നുള്ള പ്രൊവിഷൻസും എന്ത് ചെയ്യണം, വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം. സോ അതിൽ ഫസ്റ്റ് വരുന്നതാണ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം എങ്ങനെയൊക്കെയാണ് ഒരു കാൻഡിഡേറ്റ് ബാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നത്. ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 8 clause 1. സെക്ഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കണം, കാരണം ഒരു ഹോട്ട് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ UPSC മെയിൻസ് എക്സാമിനേഷനിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്ഷൻസ് റൈറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എഴുതിക്കൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ടത്. അതായത് ആസ് പെർ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 സെക്ഷൻ 8 clause 1 അതിൽ എന്ത് പറയുന്നു എന്നുള്ള രൂപത്തിൽ. ഓക്കെ, സോ സെക്ഷൻ 8 clause 1 പറയുന്നത് they can disqualify the individuals convicted of the heinous crimes. അതായത് പെറ്റി ക്രൈംസ് അല്ല, പെറ്റി ക്രൈംസിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഡിസ്ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബട്ട് ഇഫ് ഇറ്റ് ഇസ് ഓഫ് ദി ഹീനിയസ് നേച്ചർ ലൈക്ക് റേപ്പ്, കറപ്ഷൻ, അതേപോലെ തന്നെ UAPA. ഓക്കെ, സോ ഇങ്ങനത്തെ ഏതെങ്കിലും ഒഫൻസസ് ആണ് എന്നുണ്ടെങ്കിൽ റിഗാർഡ്ലെസ് ഓഫ് സെന്റൻസ് ലെങ്ത് വിത്ത് എ 6-year പോസ്റ്റ് റിലീസ് ബാൻ. ഓക്കെ, സോ ഇങ്ങനെ വരുന്ന സമയത്ത് എ പേഴ്സൺ ഇസ് ഡിസ്ക്വാളിഫൈഡ് ഫോർ ഹൗ മെനി ഇയേഴ്സ്? 6 years ആണ്. ഓക്കെ, റിഗാർഡ്ലെസ് ഓഫ് ദ സെന്റൻസ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരാൾ 2 വർഷത്തേക്ക് അല്ലെങ്കിൽ 4 വർഷത്തേക്ക് അല്ലെങ്കിൽ 8 വർഷത്തേക്ക് ഒക്കെ അയാൾ എന്ത് ചെയ്തേക്കാം, ഹി മേ ബി സെന്റൻസ്ഡ് ഇൻ ടു ഇംപ്രിസൺമെന്റ്. അപ്പം ഈ പറയുന്ന പീരീഡ് പ്ലസ് 6 years അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, റിഗാർഡ്ലെസ് ഓഫ് ദി സെന്റൻസ് ലെങ്ത് വിത്ത് 6 years പോസ്റ്റ് റിലീസ് ബാൻ. അപ്പൊ എത്ര വർഷത്തേക്കാണോ അയാൾ സെന്റൻസ് ചെയ്യപ്പെടുന്നത്, ഇംപ്രിസൺമെന്റ് ആകുന്നത്, അത് പ്ലസ് എന്താണ് ഒരു 6 വർഷത്തേക്കും കൂടെ അയാൾ എന്ത് ചെയ്യേണ്ടി വരും, ഇലക്ഷനിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസ്ക്വാളിഫിക്കേഷൻ അയാളുടെ മുകളിൽ എന്തായിരിക്കും, അപ്ലിക്കബിൾ ആയിരിക്കും. അടുത്തത് സെക്ഷൻ 8 clause 3. 8 clause 3 എന്ന് പറയുന്നത് ഡിസ്ക്വാളിഫൈസ് ഇൻഡിവിജ്വൽസ് കൺവിക്റ്റഡ് ഓഫ് ദി ക്രിമിനൽ ഒഫൻസസ് ആൻഡ് സെന്റൻസ്ഡ് ടു ഇംപ്രിസൺമെന്റ് ഫോർ 2 years or more. ഇവിടെ 2 years or more ആണ്. ഇവിടെ എന്താണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദി നേച്ചർ ഓഫ് ക്രൈം ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് നേച്ചർ ഓഫ് crime. So section 8 clause 1 it depends upon the heinous crime എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈമിന്റെ നേച്ചർ എന്താണ് എന്ന് അവിടെ പറയുന്നുണ്ട്. റേപ്പ്, കറപ്ഷൻ, അതേപോലെ തന്നെ എന്താ പറയുക UAPA ഇതുപോലെയുള്ള ഒഫൻസുകൾ. അപ്പൊ അതെന്താണ്, ക്രൈമിന്റെ നേച്ചർ ആണ് പറയുന്നത്. പക്ഷെ അവിടെ എന്ത് പറയുന്നില്ല, റിഗാർഡ്ലെസ് ഓഫ് ദ സെന്റൻസ് ലെങ്ത് എന്നാണ് പറയുന്നത്. അവിടെ സെന്റൻസിന്റെ ലെങ്ത് ആസിഡ് എന്ത് ചെയ്യുന്നില്ല, മെൻഷൻ ചെയ്യുന്നില്ല. നേരെ മറിച്ചിട്ട് സെക്ഷൻ 8 clause 3 ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, സെക്ഷൻ 8 clause 3 ആണ് എന്നുണ്ടെങ്കിൽ റിഗാർഡ്ലെസ് ഓഫ് ദി നേച്ചർ, അയാൾ ചെയ്തത് എന്ത് കുറ്റവും ആയിക്കോട്ടെ, ഇഫ് ഹി സെന്റൻസ്ഡ് ഫോർ മോർ ദാൻ 2 years, അയാൾ 2 വർഷത്തിൽ കൂടുതലുള്ള ഒരു ടൈം പീരീഡിലേക്ക് അയാൾക്ക് ശിക്ഷ വിധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇംപ്രിസൺഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ബാർഡ് ഫ്രം കണ്ടസ്റ്റിംഗ് ഇലക്ഷൻ ഫോർ 6 years പോസ്റ്റ് റിലീസ്. അപ്പൊ ഇവിടെയും പറയുന്നത് ഇത് തന്നെയാണ്, അയാൾ എത്ര വർഷത്തേക്കാണോ കണ്ടസ്റ്റഡ് ആകുന്നത്, ഇപ്പൊ മോർ ദാൻ 2 years ആയിരിക്കണം. ഇവിടെ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇയാൾ 1 year ആണെങ്കിൽ പോലും 1 year ആണ് ഇയാൾ ഇംപ്രിസൺമെന്റ് ആയിട്ടുള്ളത് എന്ന് വിചാരിക്കുക, പ്ലസ് 6 years ആണ് വരിക. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, ഇവിടെ ഇയാൾ എന്തായിരിക്കണം, മോർ ദാൻ 2 years ആയിരിക്കണം, പ്ലസ് 6 years കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ ഡിബാർ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്ത പ്രൊവിഷൻ ആണ് സെക്ഷൻ 11 എന്ന് പറയുന്നത്. ഓക്കെ, സോ സെക്ഷൻ 11ലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. നമ്മൾ സാധാരണ UPSC ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും അതിന്റെ മാൻഡേറ്റ്, പവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം സെക്ഷൻ 11 എന്ന് പറയുന്നത് ഇറ്റ് എംപവേഴ്സ് ദി ഇലക്ഷൻ കമ്മീഷൻ ടു റെഡ്യൂസ് ഓർ റിമൂവ് ഡിസ്ക്വാളിഫിക്കേഷൻ പീരീഡ്. ഓക്കെ, സോ ഇറ്റ് എംപവേഴ്സ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് ലക്ഷ്മികാന്ത്, ഔട്ട് ഓഫ് ലക്ഷ്മികാന്ത് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നിന്ന് പറയുന്നത്. അതായത് വിച്ച് among the following bodies have power to remove or reduce the disqualification period of an MLA or MP എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഓപ്ഷൻസ് തരികയാണ്. ലൈക്ക് ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ ലൈക്ക് 1, 2, 3 ഉണ്ടായിരിക്കാം, 1, 2, 4 ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലൈക്ക് 2, 4 ഉണ്ടായിരിക്കാം. ഇങ്ങനെ ഡിഫറെന്റ് ഓപ്ഷൻസ് തന്നേക്കാം. അതിൽ നിങ്ങൾ ഓർത്ത് വെക്കുക, ആസ് പെർ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 സെക്ഷൻ 11 പ്രകാരം ഇലക്ഷൻ കമ്മീഷന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, he can reduce or remove the disqualification period. ഓക്കെ, അതിന് എക്സാമ്പിളും കൂടെ നിങ്ങൾ കൊടുക്കണം. സിക്കിം CM പ്രേം സിംഗ് അദ്ദേഹത്തിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ, ഹി ക്യാൻ റെഡ്യൂസ് ഓർ റിമൂവ് ദി ഡിസ്ക്വാളിഫിക്കേഷൻ പീരിയഡ്. ഇനി ഇതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വെൽ ക്ലാരിറ്റിയിലായിരിക്കണം പഠിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തരികയാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ക്യാൻ ഐദർ ഇൻക്രീസ്, റെഡ്യൂസ് ഓർ റിമൂവ് ദ ഡിസ്ക്വാളിഫിക്കേഷൻ പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിസ്ക്വാളിഫിക്കേഷൻ പീരീഡ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ആർക്കില്ല? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് വരുന്നില്ല. ഓക്കെ, സോ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ പീരീഡ് ആസ് പെർ ലോ ഫിക്സ്ഡ് ആണ്. അപ്പം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിലേക്ക് കടന്നിട്ട് ആ പീരീഡ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെപ്പറേഷൻ ഓഫ് പവറിന് എഗെയിൻസ്റ്റ് ആണ്. ഓക്കെ, അതായത് എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യാണ്? ലെജിസ്ലേച്ചറിന്റെ ആ ഒരു ഡൊമൈനിലേക്ക് കടന്നുകൊണ്ട് നിയമനിർവഹണം അല്ലെങ്കിൽ നിയമ വ്യവസ്ഥിതിയിൽ മാറ്റം വരുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ബട്ട് ഹി ക്യാൻ റെഡ്യൂസ് ഓർ റിമൂവ് ദ ഡിസ്ക്വാളിഫിക്കേഷൻ പീരിയഡ്. ഓക്കെ, സോ ഈ കാര്യം ഓർത്ത് വെക്കുക. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഓരോന്നിന്റെയും കൺസെപ്ച്വൽ ക്ലാരിറ്റിയിൽ തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു കൺസെപ്റ്റ് സെക്ഷൻ 62 ക്ലോസ് 5 ആണ്. ഇറ്റ് ബാർസ് ഇംപ്രിസൺഡ് ഇൻഡിവിജ്വൽസ് ഫ്രോം വോട്ടിംഗ് ബട്ട് അലൗസ് അണ്ടർ ട്രയൽസ് ടു കണ്ടസ്റ്റ് ദി ഇലക്ഷൻസ്. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് വരാവുന്ന ഒരു ചോദ്യമാണ്, അതായത് സെക്ഷൻ 62 ക്ലോസ് 5 എന്ന് വരാവുന്ന ഒരു ചോദ്യമാണ്, ഹു എമംഗ് ദ ഫോളോയിങ് ആർ ബാർഡ് ഓർ റെസ്ട്രിക്റ്റഡ് ഫ്രം വോട്ടിംഗ്. വോട്ടിംഗിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് തരികയാണ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് convicted individuals. Then comes like under trials. Then മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പേഴ്സൺ അണ്ടർ പ്രിവെന്റീവ് ഡിറ്റൻഷൻ. ഇങ്ങനെ UPSC ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് തരാം. എന്നിട്ട് ലൈക്ക് 1 2 2 3 1 2 3 ലൈക്ക് 1 3 ഇതുപോലെ ഡിഫറെന്റ് ഓപ്ഷൻസും സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, സെക്ഷൻ 62 ക്ലോസ് 5 പ്രകാരം ഇംപ്രിസൺഡ് ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്തിട്ടുണ്ട്? ലൈക്ക് ഇറ്റ് ബാർസ് ഇംപ്രിസൺഡ് ഇൻഡിവിജ്വൽസ്. അയാൾ ഇംപ്രിസൺഡ് ആണ് അല്ലെങ്കിൽ ഒരു കൺവിക്റ്റഡ് ഇൻഡിവിജ്വൽ ആണ് എന്നുണ്ടെങ്കിൽ ഹി ഈസ് ബാർഡ് ഫ്രം കണ്ടസ്റ്റിംഗ് ഓർ ലൈക്ക് കാസ്റ്റിംഗ് ദ വോട്ട് ഓർ ലൈക്ക് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി എലക്ഷൻ, ബട്ട് അലൗസ് അണ്ടർ ട്രയൽസ്. അണ്ടർ ട്രയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ സസ്പീഷൻ, ഇയാൾ ആയിരിക്കാം കുറ്റവാളി എന്നതിന്റെ പേരിൽ അയാളെ പിടിച്ച് ജയിലിലിട്ടതാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ദേ ക്യാൻ കണ്ടസ്റ്റ് ദി എലക്ഷൻ. അതുപോലെ തന്നെ പ്രിവെന്റീവ് ഡിറ്റൻഷനിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം? ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പൊ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് ആസ് സച്ച് അയാൾ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടില്ല, ബട്ട് അയാൾ ക്രൈം കമ്മിറ്റ് ചെയ്തേക്കാം എന്ന് പറയുന്ന ഒരു ത്രെട്ടിന്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്? ചിലപ്പോൾ അങ്ങനെ ഒരു ഹൗസ് അറസ്റ്റ് അല്ലെങ്കിൽ ലൈക്ക് ഈ പറയുന്ന ഒരു പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ അദ്ദേഹത്തിനെ കീപ്പ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ഹി ആൾസോ ക്യാൻ കാസ്റ്റ് ദ വോട്ട്. ഓക്കെ, സോ ഇവിടെ ആർക്കൊക്കെ? പ്രിവെന്റീവ് ഡിറ്റൻഷനിലുള്ള ആളുകൾക്കും അണ്ടർ ട്രയൽസിന് എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാം. ബട്ട് കൺവിക്റ്റഡ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഇംപ്രിസൺഡ് ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല? ദേ കനോട്ട് കാസ്റ്റ് ദ വോട്ട്. ഓക്കെ, ഇവിടെ കൺവിക്റ്റഡ് ഇൻഡിവിജ്വൽസ് മാസേജ് നമുക്ക് പറയുന്നത് ഒരു കറക്റ്റ് ടേം അല്ല. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു കൺവിക്റ്റഡ് ഇൻഡിവിജ്വൽ ആണ്, ഞാൻ ഈ വർഷം 2025 റിലീസ് ആവും എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2025 നടക്കുന്ന അടുത്ത ഇലക്ഷനിൽ എനിക്ക് മത്സരിക്കാം. സോ ബെറ്റർ ടേം എന്ന് പറയുന്നത് ഇംപ്രിസൺഡ് ഇൻഡിവിജ്വൽ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജയിലിലായിരിക്കുന്ന സമയത്ത് മാത്രമാണ്. ഓക്കെ, കൺവിക്റ്റഡ് ഇൻഡിവിജ്വൽസ് എന്നുള്ളത് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ടേം അല്ല. ഞാൻ കുറ്റം ചെയ്ത് ജയിലിലുള്ള ആള് എന്നുള്ള അർത്ഥത്തിലാണ് കൺവിക്റ്റഡ് ഇൻഡിവിജ്വൽസ് യൂസ് ചെയ്തത്. അപ്പം ഇംപ്രിസൺഡ് ഇൻഡിവിജ്വൽസ് ആണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വാക്ക്. അപ്പൊ അത് തന്നെ എന്ത് ചെയ്യുക? യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ ഈ പറയുന്ന രൂപത്തിൽ ഇപ്പൊ നമ്മൾ ഇനി മെയിൻസ് പെർസ്പെക്റ്റീവിലേക്ക് പോകണം. ഇത്രയും നമ്മൾ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ എന്തൊക്കെ പോസിബിൾ ചോദ്യങ്ങൾ വരാം എന്നാണ് അനലൈസ് ചെയ്തത്. ഇനി അനലൈസിംഗ് ദി ഇമ്പാക്ട് ഓഫ് ദ കൺവിക്റ്റഡ് ഇൻഡിവിജ്വൽസ് ഇൻ ദ പൊളിറ്റിക്സ്. ഇപ്പൊ നമുക്കറിയാം റീസെന്റ് പല തവണ എന്ത് ചെയ്തിട്ടുണ്ട്? സുപ്രീം കോർട്ട് പല രീതിയിലുള്ള ലൈക്ക് ജഡ്ജ്മെന്റ്സ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഓക്കെ, ലൈക്ക് ഡെമോക്രാറ്റിക് റീഫോം, ADR, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോം. സോ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജഡ്ജ്മെന്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തുണ്ട്? പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി, PUCL 2014 അതുപോലെ തന്നെ എന്താ പറയാ 2008 ഇങ്ങനെ ഡിഫറെന്റ് ടൈമില് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി കേസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരു NGO ആണ്. ഓക്കെ, സോ ഇവരൊക്കെ ഫയൽ ചെയ്തിട്ടുള്ള, അതുപോലെ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോം, ഇങ്ങനെയുള്ള ഡിഫറെന്റ് കേസുകളിലായിട്ട് സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്? ചില ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഈ പറയുന്ന കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുന്നത് ഇറ്റ് ഷുഡൻ ബി ബേസ്ഡ് ഓൺ മിയർ വിന്നബിലിറ്റി ഫാക്ടർ.
ഒരാൾ ജയിക്കാം എന്നതിന്റെ ബേസിൽ മാത്രമായിട്ട് എന്ത് ചെയ്തു നമ്മളൊരു കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യരുത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി ക്ലിയർ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊരു കാൻഡിഡേറ്റിന്റെയും പേരിലുള്ള കേസസ് എന്ത് ചെയ്യണം, വിസിബിളി ദേ ഹാവ് ടു ബി പബ്ലിഷ്ഡ് ഇൻ ദി വെബ്സൈറ്റ് ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ ആണോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി ആണോ. ഈ പറയുന്ന ക്രിമിനൽ ചാർജസ്, അതായത് ഇപ്പൊ ഞാനൊരു കാൻഡിഡേറ്റ് ആണ്, ഞാൻ മത്സരിക്കുന്നത് സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ പേരിൽ ചില ക്രിമിനൽ ചാർജസ് ഉണ്ടെങ്കിൽ ഈ ക്രിമിനൽ ചാർജസ് എവിടെയാണ് പബ്ലിഷ് ചെയ്യേണ്ടത്? ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടിയുടെ വെബ്സൈറ്റിലാണോ? ഇറ്റ് ഇസ് ഇൻ ദി പാർട്ടീസ് വെബ്സൈറ്റ്. ഓക്കെ, സോ അങ്ങനെയൊക്കെ ചിലപ്പോൾ മാറ്റി കൊടുത്തേക്കാം. അതൊക്കെ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പം പബ്ലിക്കലി എന്റെ പേരിലുള്ള ക്രിമിനൽ ചാർജസ് അല്ലെങ്കിൽ ഒഫൻസസ് എന്താണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം, അത് പബ്ലിസൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Now, let's get into the different impact of the convicted individuals അല്ലെങ്കിൽ criminalization of politics. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇറ്റ് ക്രിയേറ്റ്സ് എ ഫീഡ്ബാക്ക് മെക്കാനിസം, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റീഇൻഫോഴ്സ് മെക്കാനിസം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒരു ക്രിമിനൽ ഉണ്ട്, ഒരു ക്രിമിനൽ എന്ത് ചെയ്യാണ്, ഇലക്ഷനിൽ മത്സരിക്കുകയാണ്, അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, വിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാൾ വീണ്ടും കൂടുതലായിട്ടുള്ള ക്രൈം ചെയ്യും. ഇയാളുടെ അടുത്തേക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യും, ക്യാഷ് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഈ ക്യാഷ് യൂസ് ചെയ്തിട്ട് അയാൾക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്തിട്ട് അയാൾക്ക് വീണ്ടും വിൻ ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് റീഇൻഫോഴ്സസ് ഓർ ഫർദർ ക്രിമിനലൈസസ് ദ പൊളിറ്റിക്സ്. ദെൻ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ MP കൺവിക്ഷൻ റേറ്റ്. നമുക്കറിയാം റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡീസ് 2019, അതുപോലെ തന്നെ ലൈക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ 2019 ആണ്. അത് പ്രകാരം ഓൾമോസ്റ്റ് 43% MPs മെമ്പേഴ്സ് ഓഫ് പാർലമെന്റിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് എന്തുണ്ട്, കേസസ് ഉണ്ട്. അതിലും ലൈക്ക് മോർ ദാൻ 10% ഹീനിയസ് ക്രൈംസ് ആണ്, ലൈക്ക് റേറ്റ് അറ്റംപ്റ്റ്, ഓക്കെ, അതുപോലെ തന്നെ ലൈക്ക് അബ്സ്റ്റോഷൻ, ഇതുപോലെ ലൈക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ക്രൈം ചാർജസ് ആണ് പല MPസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം 10 MPസിന് അഗെയിൻസ്റ്റ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ ചാർജസ് ഉണ്ട്. ദെൻ ലൈക്ക് സീരിയസ് ലൈക്ക് ഒഫൻസ് അക്യൂസേഷൻസ്. അപ്പൊ ഇത് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ ലീഡ് ടു മോറൽ ടർപ്പിറ്റ്യൂഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു പൊളിറ്റിക്കലി ഇന്റഗ്രിറ്റി ഉള്ള അല്ലെങ്കിൽ ലൈക്ക് പൊളിറ്റിക്കലി ഒരു വാല്യൂ ബേസ് ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റീഷ്യന് ഈ പറയുന്ന രൂപത്തിലേക്ക് ഇലക്ഷനിലേക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നതിന് അതൊരു ഹിൻഡ്രൻസ് ആയിരിക്കും. പൊളിറ്റിക്സ് വിൽ ബിക്കം എ ഡേർട്ടി ബിസിനസ്. ഓക്കെ, ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് വിൽ ലീഡ്സ് ടു എ മോറൽ ടർപ്പിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഒരു മോറൽ കറപ്ഷനിലേക്ക് അത് എന്ത് ചെയ്യും, ലീഡ് ചെയ്യും. ഓക്കെ, സോ ഇറ്റ് ഈസ് എ മോറൽ കണ്ടേജിയൻ. ഞാൻ പറയുന്ന ഓരോ കീവേഡ്സ് നിങ്ങൾ പറ്റുമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. മോറൽ കണ്ടേജിയൻ, സോ ഇറ്റ് ഈസ് കണ്ടേജിയസ്. അതായത് ഒരാള് ഈ പറയുന്ന രൂപത്തിൽ കറപ്റ്റഡ് ആയിട്ട് അയാൾ വിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും അതേ രൂപത്തിലേക്ക് കറപ്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇതിനെയാണ് മോറൽ കണ്ടേജിയൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോറൽ ഇറോഷൻ സംഭവിക്കും. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ ഗാന്ധിജിയുടെ 7 സിൻസ് എത്തിക്സിന്റെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. 7 സിൻസിലുള്ള കാര്യം കൂടെ, അതായത് പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾ, പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾ ഇസ് എ 7th sin, ഇസ് വൺ അമംഗ് ദി 7 sins. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ദെൻ ഡെഫിനറ്റ്ലി ഇന്റഗ്രിറ്റി കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. കാരണം ഈ പറയുന്ന രൂപത്തില് ആസ് ആൻഡ് വെൻ വി ആർ ഹോൾഡിംഗ് എ പബ്ലിക് ഓഫീസ്, നിങ്ങളൊരു പബ്ലിക് ഓഫീസാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ആസ് പെർ ദ സോഷ്യൽ കോൺട്രാക്ട് തിയറി അതെന്താണ്, ഇറ്റ് ഇസ് യു ആർ ഹോൾഡിംഗ് ദാറ്റ് പവർ ഓൺ ബിഹാഫ് ഓഫ് ദ പബ്ലിക്. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അതിന്റെ ബേസിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്ത് അതിന്റെ ഏറ്റവും അവസാനം പ്രിയമ്പിളിന്റെ ഏറ്റവും അവസാനം പറയുന്നുണ്ട് എന്ത്, ഇനാക്ട് ആൻഡ് ഗിവ്സ് ടു അവർ സെൽഫ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങള് തെരഞ്ഞെടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവർ ചെയ്യുന്നത് എന്തായിരിക്കും, ഈ പറയുന്ന ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ചെയ്യുന്നത്, ദേ വിൽ ബി പ്രയോറിറ്റൈസിങ് സെൽഫിഷ് ആക്ഷൻസ് ആൻഡ് ആൾസോ ലൈക്ക് മണി മേക്കിംഗ് ഗ്രീഡ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റഗ്രിറ്റി കോൺഫ്ലിക്റ്റ് അവിടെ വരുന്നുണ്ട്. ക്രൈസിസ് ഓഫ് കൺസേൺസ് വിൽ ഹാപ്പൻ. ഓക്കെ, ദെൻ ലൈക്ക് ഇറ്റ് വിൽ ഫർദർ ഇൻക്രീസ് ദ ഹീനിയസ് ക്രൈംസ്. കാരണം ഈ പറയുന്ന ക്രൈം സിൻഡിക്കേറ്റ്സിന്റെ ഒക്കെ ഹെഡ് അല്ലെങ്കിൽ ഇവരുടെ ക്ലോസ് ലിങ്ക് ഉണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി ഇത്തരത്തിൽ ക്രൈം സിൻഡിക്കേറ്റ്സ് ആയിട്ട് ഒരു ക്ലോസ് ലിങ്ക് ഉള്ള ഒരു പൊളിറ്റീഷ്യന് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ഇറ്റ് വിൽ ഫർദർ റീഇൻഫോഴ്സ് ഓർ ഇൻക്രീസ് ദി ഹീനിയസ് ക്രൈംസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ സൊസൈറ്റി. ഓക്കെ, സോ അത് ഫർദർ ആയിട്ട് എന്തിലേക്ക് ലീഡ് ചെയ്യും, മോർ ഇൻഡിവിജ്വൽസ് വിൽ ബി കൺവിക്റ്റഡ് ഫ്രം ദി പബ്ലിക് ഓഫീസ്. ഓക്കെ, ദെൻ ഡെഫിനറ്റ്ലി ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാമേജസ് അത് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ലോസ് ഓഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ജനങ്ങൾക്ക് പൊളിറ്റീഷ്യൻസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് പബ്ലിക് ട്രസ്റ്റ് എറോഷൻ എന്നും പറയുന്നത്. ഓക്കെ, ദെൻ ലൈക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തുകൊണ്ട് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും, പൊളിറ്റിക്സിലേക്ക് അല്ലെങ്കിൽ ക്രിമിനൽ പൊളിറ്റിക്സിലേക്ക് നീങ്ങുന്നതായിരിക്കും. ദെൻ
വിന്നിങ് ഓഡ്സ് ഡിസ്പാരിറ്റി. അപ്പൊ ലൈക്ക് ഒരു എത്തിക്കൽ ആയിട്ടുള്ള ഇന്റഗ്രിറ്റി അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യൻ വേഴ്സസ് ഒരു ക്രിമിനൽ വരുന്ന സമയത്ത് ദിസ് പേഴ്സൺ വിൽ ലൂസ് ആൻഡ് ദിസ് പേഴ്സൺ വിൽ വിൻ. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും? ഇറ്റ് വിൽ ക്രിയേറ്റ് വിന്നിങ് ഓഡ് ഡിസ്പാരിറ്റി. അതേപോലെ തന്നെ എന്തായിരിക്കും? ഡിസ്പ്രപ്പോർഷനേറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വെൽത്തി ആയിട്ടുള്ള ആളുകൾ ക്രൈം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? മേജർ റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ വെൽത്ത് അല്ലെങ്കിൽ ക്യാഷ് ആണ്. ഓക്കെ, സോ ക്രൈംസ് ചെയ്യുന്നത് ക്യാഷിന് വേണ്ടിയിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? വെൽത്തി ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ പോലെ റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ഭരണം മാറും. ഓക്കെ, സോ വെൽത്ത് അല്ലെങ്കിൽ റിച്ചിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഭരണം മാറും. അപ്പൊ നമ്മുടെ ബേസിക് കൺസെപ്റ്റ് ആയിട്ടുള്ള വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ത് ചെയ്യും? ഇല്ലാതെയാവും. ഓക്കെ, നമ്മുടെ DPSP ഒക്കെ സ്റ്റാൻഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ടു എസ്റ്റാബ്ലിഷ് എ വെൽഫെയർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ആ ഒരു ബേസിക് കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബേസിക് നെസസിറ്റി ഇല്ലാതെയാവും. ഈ പറയുന്ന രൂപത്തിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ഇൻഫ്ലുവൻസ് വരും. അതായത് വെൽത്തി അല്ലെങ്കിൽ റിച്ച് ക്ലാസസിന്റെ ഇൻഫ്ലുവൻസ് കൂടുതലായിട്ട് ഭരണത്തിൽ വരുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ലീനിയൻ ഓർ ഇറ്റ് വിൽ ബി മോർ ഇൻഫേവറബിൾ ടു ദ റിച്ച് ക്ലാസ്. അത് എന്തിലേക്ക് ലീഡ് ചെയ്യും? സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡിസ്പാരിറ്റി. ഓക്കെ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡിസ്പാരിറ്റി. ഞാൻ പറയുന്നത് കുറച്ച് ഡെപ്തിലാണ്, അതെനിക്കറിയാം. ബട്ട് ഈ പറയുന്ന ഓരോ ടേംസും ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. ഇപ്പൊ ഞാൻ ഒരു സബ്ജക്റ്റ് അല്ല ടച്ച് ചെയ്യുന്നത്, പ്രിലിംസിന്റെ ടച്ച് ചെയ്യുന്നുണ്ട്, മെയിൻസിൽ GS2 ആവശ്യമുള്ളതുണ്ട്, മെയിൻസിൽ GS3 ആവശ്യമുള്ളതുണ്ട്, GS4 ആവശ്യമുള്ളതുണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് സബ്ജക്റ്റിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം വരാം. അതുകൊണ്ടാണ് കുറച്ച് ഡെപ്ത് തന്നെ എന്ത് ചെയ്യുന്നത്, ഓരോന്നും ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, നൗ വൈ വി ഹാവ് ടു ബാൻ? ഈ പറയുന്ന ക്രിമിനൽസിനെ എന്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാൻ ചെയ്യണം എന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന എല്ലാ റീസൺസും ഇപ്പൊ നമ്മൾ കണ്ട ഓരോ നെഗറ്റീവ് ഇമ്പാക്ട്സും അത് ഓരോന്നും എന്താണ്? ഈ പറയുന്ന പൊളിറ്റീഷ്യൻസിന് അല്ലെങ്കിൽ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് റെസ്ട്രിക്ട് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു റീസൺ ആണ്. ഓക്കെ, സോ അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ റെസ്ട്രിക്ട് ചെയ്യണം, അല്ലെങ്കിൽ വി ഹാവ് ടു ബാൻ ദി കൺവിക്റ്റഡ് ഇൻഡിവിജ്വൽസ് ഫോർ ലൈഫ് ലോങ് അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം. സോ ഒന്നാമത്തത് റൈസിങ് ക്രിമിനലൈസേഷൻ ഇൻ ദി പൊളിറ്റിക്സ്. ഒരു ക്രൈം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഇറ്റ് മീൻസ് ദാറ്റ് ദ ലോസ്, നിയമം എന്ന് പറയുന്നത് എന്തല്ല? ഇറ്റ് ഈസ് നോട്ട് ഡിറ്ററന്റ് ഇനഫ്. ഡിറ്ററന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്യണം, ഞാനിപ്പോ ഒരാളെ മർഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക, പക്ഷെ ഞാൻ അത് ചെയ്യാതിരിക്കാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ്? ഞാൻ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഐ വിൽ ബി പണിഷ്ഡ് ഫോർ ഡെത്ത് സെന്റൻസ് അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ്. അപ്പൊ എനിക്ക് അങ്ങനെ ഞാൻ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് എതിരെ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ശിക്ഷിക്കപ്പെടും എന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ആ ക്രൈം ചെയ്യാതിരിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ദ ഡിറ്ററൻസ്. ഓക്കെ, പക്ഷേ ലോ എഫിഷ്യന്റ് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇവിടുത്തെ ലോയ്ക്ക്, ഇന്ത്യൻ നിയമത്തിന് എന്നെ ശിക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഞാൻ ഒരാളെ കൊന്നു, എന്നെ ലോ ശിക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും അയാളെ കൊല്ലും, അല്ലേ? സോ റൈസിങ് ക്രിമിനലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് ദാറ്റ് ദ ലോസ് ആർ നോട്ട് ഡിറ്ററന്റ് ഇനഫ്. ഓക്കെ, ദ ലോസ് ആർ നോട്ട് ഡിറ്ററന്റ് ഇനഫ്. അത് നിങ്ങൾക്ക് ഈ പറയുന്ന ADRന്റെ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോമിന്റെ റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. റീസെന്റ് ലൈക്ക് 46%, ഇത് ലൈക്ക് ഡിഫറെന്റ് റിപ്പോർട്ടിൽ ലൈക്ക് ഡിഫറെന്റ് ആയിട്ട് കാണിക്കാറുണ്ട്. 43 to like 46% MPs എന്ത് ചെയ്യുന്നുണ്ട് ഇൻ എലക്ടഡ് ഇൻ 2000. ഓക്കെ, ഇത് 2024 ഡാറ്റയാണ്. 2019 ഡാറ്റ പ്രകാരം 43% ആണ്. ഓക്കെ, സോ 2019 ഡാറ്റ പ്രകാരം 43% MPസിന്റെ അഗെയിൻസ്റ്റും ക്രിമിനൽ ചാർജസ് ഉണ്ട്. 2024 അത് 46% ആയിട്ടുണ്ട്. വിത്ത് 35% അക്യൂസ്ഡ് ഓഫ് സീരിയസ് ഒഫൻസസ് ലൈക്ക് മർഡർ ആൻഡ് റേപ്പ്. അപ്പം 1/3 ആളുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, ഞാൻ 2024 കാര്യമാണ് പറയുന്നത്, ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2019 കാര്യമാണ്. അപ്പൊ നിങ്ങൾ മെയിൻസിന്റെ ആൻസർ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വാല്യൂ അഡീഷൻ പോയിന്റ്, അതായത് നിങ്ങൾ ഗ്രാഫും ഡാറ്റ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. അപ്പൊ നിങ്ങൾ ഒരു ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇതിപ്പോ ലൈക്ക് 2014 ആണ്, 2019, 2024. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈക്ക് ഒരു ഗ്രാഫ് വരയ്ക്കാം. ഇവിടെ ഇത് ലൈക്ക് 34% ആയിരുന്നു. 2019 ആയപ്പോൾ 43% ആയി. 2024 ആയ സമയത്ത് 46% ആയി. സോ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആ ഒരു ട്രെൻഡ് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഹൗ ദിസ് റൈസിങ് ക്രിമിനലൈസേഷൻ ഇസ് ലൈക്ക് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഓക്കെ, സോ ഈ രീതിയിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് കൂടുതലായിട്ട് ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മെയിൻസ് പെർസ്പെക്റ്റീവിലെ. നൗ ലൈക്ക് പബ്ലിക് ട്രസ്റ്റ്, നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് ലൈക്ക് ആക്ച്വലി ഇറോഡിങ്. ദെൻ മോറൽ ടർപ്പിറ്റ്യൂഡ്, ഡിസ്പ്രപ്പോർഷനേറ്റ് ഇൻഫ്ലുവൻസ്.
നമ്മൾ നേരത്തെ നോക്കിയ സമയത്ത് നമ്മൾ അവിടെ ആക്ച്വലി അതിന്റെ ഡാറ്റ പറഞ്ഞിട്ടില്ല. അതായത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളുടെ വിന്നബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് ഓഫ് വിന്നിംഗ് എന്ന് പറയുന്നത് 15.4 ആണ്. അതേപോലെ തന്നെ ക്ലീൻ പൊളിറ്റിക്സ് അല്ല അല്ലെങ്കിൽ ക്ലീൻ റെക്കോർഡുള്ള ആളുകളുടേത് 4.4% ആണ്. ആസ് പെർ ADR റിപ്പോർട്ട്. പണ്ടൊക്കെ നിങ്ങൾക്ക് ഡാറ്റ മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ബട്ട് റീസെന്റ് UPSCയുടെ മെയിൻസിന്റെ കോമ്പറ്റീഷൻ വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ക്ലിയർ ആയിട്ട് പറയണം. ഓക്കെ, സോ അങ്ങനെ പറയുന്ന സമയത്ത് ആസ് പെർ ADR റിപ്പോർട്ട് ദ വിന്നബിലിറ്റി ചാൻസ് for MPs with criminal record is 15.4% compared to 4.4% with politicians of clean record. അപ്പൊ ഇത് ഒരുപാട് ലെങ്ത് ആയിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ കാണിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, ഒരു ബാർ ഡയഗ്രാം വരച്ചാൽ മതി. ഇത് ലൈക്ക് 15.4%, ഇത് 4.4%. സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് വരച്ചിട്ടാൽ മതി. എന്നിട്ട് ഫിഗറിന്റെ പേരും കൂടെ കൊടുക്കുക, പോസിബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് ഓഫ് വിന്നബിലിറ്റി. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വാല്യൂ അഡീഷൻ ആണ്. നിങ്ങൾ അങ്ങനെ ലെങ്തിയിൽ ഒന്നും ഇതാക്കേണ്ട, ജസ്റ്റ് വരയ്ക്കുക ഒരു ബാർ ഡയഗ്രാം, ഇറ്റ്സ് ഡൺ. അപ്പൊ നിങ്ങളുടെ ആൻസർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ ലൈക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു ബാർ ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി ഇവിടെ. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് മോർ വിഷ്വലി അപ്പീലിംഗ് ആയിട്ട് നിങ്ങളുടെ മെയിൻസിന്റെ ആൻസേഴ്സിനെ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനത്തെ ഡാറ്റ ഒക്കെ നിങ്ങൾ അങ്ങനെ ലൈക്ക് സ്പോണ്ടേനിയസ്ലി അങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് പഠിക്കാം. ദെൻ ഇപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, വി ഹാവ് ടു ബാൻ ദ പൊളിറ്റീഷ്യൻസ് ഓർ ബാൻ ദോസ് ഹു ആർ എൻഗേജ്ഡ് ഇൻ ദി സീരിയസ് ഒഫൻസസ്. ഒരു സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെ നമ്മൾ ലൈഫ് ടൈം ബാൻ ചെയ്യണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതിലുള്ള ചാലഞ്ചസ് എന്താണ്? വാട്ട് ആർ ദ ചാലഞ്ചസ് ഫോർ ബാനിങ് എ കൺവിക്റ്റഡ് ഇൻഡിവിജ്വൽ? ഒന്നാമത്തത് മിസ്യൂസ് ഓഫ് ലോ ആണ്. സോ ഹൗ ദിസ് മിസ്യൂസ് ഓഫ് ലോ വിൽ ഹാപ്പൻ? ഇപ്പൊ നമുക്കറിയാം റൂളിംഗ് പാർട്ടി ഉണ്ട്. ഓക്കെ, ദർ ഇസ് റൂളിംഗ് പാർട്ടി ആൻഡ് ദർ ഇസ് ഒപ്പോസിഷൻ പാർട്ടി. അപ്പൊ സ്വാഭാവികമായിട്ടും റൂളിംഗ് പാർട്ടി പവറിൽ നിൽക്കുന്നത് കൊണ്ട് ഗവർണൻസ് സിസ്റ്റംസ് വിൽ ബി മോർ ഫേവറബിൾ ടു റൂളിംഗ് പാർട്ടി. നമ്മൾ പറയാറുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ചില സമയത്ത് എ പപ്പറ്റ് ഇൻ ദ ഹാൻഡ് ഓഫ് റൂളിംഗ് പാർട്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ലൈക്ക് പല അക്യൂസേഷൻസും വരാറുണ്ട്. ലൈക്ക് പൊളിറ്റിക്സ് അപ്പാർട്ട്. ഓക്കെ, പൊളിറ്റിക്സ് നമുക്ക് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദർ ഇസ് ഇലക്ഷൻ കമ്മീഷൻ ഇസ് ഫേവറിംഗ് ruling party, what will happen? Most of the charges will be against the opposition leaders. Opposition against അല്ലെങ്കിൽ opposition leadersന് against ആയിട്ട് ഈ ലോസ് കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുകയും ഇവർ കൂടുതലായിട്ട് എന്ത് ചെയ്യാം, പൊളിറ്റിക്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തേക്കാം. ഓക്കെ, സോ അങ്ങനെ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി യൂസ്ഡ് ആസ് എ വെപ്പൺ അഗെയിൻസ്റ്റ് ദ ഓപ്പോസിഷൻ. സോ അങ്ങനെ വരുന്ന സമയത്ത് മിസ്യൂസ് ഓഫ് ലോ വരും. ഇവരെ ലൈഫ് ടൈം എന്ത് ചെയ്യാം, ബാൻ ചെയ്യുന്നതിനുള്ള റീസൺ ആയിട്ട് അത് മാറിയേക്കാം. ദെൻ ലൈക്ക് ഡിലേഡ് ജസ്റ്റിസ്. അപ്പൊ നമുക്കറിയാം ഓൾറെഡി ദ പെൻഡൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ആസ് പെർ ദ ഡാറ്റ സുപ്രീം കോടതിയിലെ ലൈക്ക് നമ്മുടെ ഒരു നാഷണൽ ജുഡീഷ്യൽ ഡാറ്റ ഗ്രിഡ് ഉണ്ട്. ഓക്കെ, ഓരോ ടേംസും നിങ്ങൾ ഓർത്ത് വെക്കുക. നാഷണൽ ജുഡീഷ്യൽ ഡാറ്റ ഗ്രിഡ് ഉണ്ട്. അതല്ലെങ്കിൽ ലൈക്ക് എനി അതർ റിപ്പോർട്ട്സ് നിങ്ങൾക്ക് പറയാം. അപ്പം ആ ഒരു റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ പ്രകാരം ഓൾമോസ്റ്റ് ലൈക്ക് 4.5 crore കേസസ് എന്താണ്, പെൻഡിങ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു കേസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലോ വന്നു കഴിഞ്ഞാൽ, ഇപ്പം എനിക്കെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് ഹൈക്കോർട്ടിൽ പെറ്റീഷൻ പോകും, പിന്നെ സുപ്രീം കോടതിയിൽ പെറ്റീഷൻ പോകും. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു വിധി വരണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 10-20 കൊല്ലം കഴിയും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു 3-4 ഇലക്ഷനിൽ ഓൾറെഡി മത്സരിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ എനിക്കെതിരെ ഒരു റേപ്പ് കേസ് വന്നു കഴിഞ്ഞാലും അതിന്റെ വിധി വരണമെങ്കിൽ ചിലപ്പോൾ ഒരു 10-20 കൊല്ലം എടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് എഫക്റ്റീവ്നെസ് കുറയും എന്നുള്ള ഒരു ഇഷ്യൂ കൂടെ ഉണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന രൂപത്തില് പെൻഡൻസി ഓഫ് ദി കേസസ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ഒരു എഫിഷ്യന്റ് ഇൻവെസ്റ്റിഗേഷൻ സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, എനിക്ക് നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോരാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഈ കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. സോ ഇറ്റ്സ് ലൈക്ക് എ പ്രൊലോങ്ഡ് ട്രയൽസ്. ദാറ്റ് മീൻസ് ലൈക്ക് ദ സിസ്റ്റം ബിക്കം ലെസ് എഫക്റ്റീവ്, ദ ലോസ് ബിക്കം ലെസ് ഡിറ്ററന്റ്. ഓക്കെ, സോ ഡിറ്ററൻസ് ഓഫ് ദ ലോസ് ബിക്കം ലെസ് എഫിഷ്യന്റ്. ഈ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് ഇസ് ലൈക്ക് പ്രൊപ്പോർഷണാലിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ കൺവിക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കാം. അപ്പം ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ആന്റി പബ്ലിക് ലോ കൊണ്ടുവരികയാണ്. അപ്പം അതിനഗെയിൻസ്റ്റ് ഒരു ഒപ്പോസിഷൻ ലീഡർ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ പൊളിറ്റീഷ്യൻ എന്നുള്ള രൂപത്തിൽ ഞാൻ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുകയാണെങ്കിൽ എനിക്കെതിരെ എന്ത് ചെയ്യാം, ഈ ലോ ചുമത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് ഒരു റീസണബിൾ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് പൊരുതിയിട്ടുള്ള ഒരാൾക്കെതിരെയും ലൈക്ക് ഫോർ എക്സാമ്പിൾ ലൈക്ക് UAPA അല്ലെങ്കിൽ ലൈക്ക് ഈ പറയുന്ന പോലെ അഗെയിൻസ്റ്റ് ദ ഗവൺമെന്റ് ആയതുകൊണ്ട്
അതെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആന്റി നാഷണൽ എന്നുള്ള രൂപത്തിൽ എന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, എനിക്കെതിരെ ഒരു കേസ് ചുമത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഞാനൊരു പുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്കൊരു ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കേസിൽ ഞാൻ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ അതേസമയം ഒരു വെൽത്തി ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഹി ക്യാൻ അഫോർഡ് ലൈക്ക് ദ ബെസ്റ്റ് ലോയേഴ്സ്, അല്ലേ? ഇന്ത്യയിലെ ബെസ്റ്റ് ലോയേഴ്സിനെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെൽത്തി ആയിട്ടുള്ള ക്രിമിനലിനെ അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഹി ക്യാൻ എസ്കേപ്പ് ഫ്രം ദിസ് ലോ. നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ചിട്ട് അയാൾക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ, എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ദിസ് ലോ വിൽ ബി ഹാവിംഗ് എ ഡിസ്പ്രപ്പോർഷനേറ്റ് ഇമ്പാക്ട് ഓൺ ദ പുവർ പൊളിറ്റീഷ്യൻ. ഓക്കെ, സോ അതും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചാലഞ്ച് ആണ്. അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ആസ് പെർ ദ സെക്ഷൻ 11 ഇലക്ഷൻ കമ്മീഷൻ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഐദർ റിമൂവ് ഓർ റെഡ്യൂസ്, ഇങ്ങനെ രണ്ട് ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുക്കുന്നത്. ഇത് ചിലപ്പോൾ മിസ്യൂസ് ചെയ്യപ്പെട്ടേക്കാം. എങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെട്ടേക്കാം? ഇത് ചിലപ്പോൾ റൂളിംഗ് പാർട്ടിക്ക് ഫേവറബിൾ ആയിട്ട് മാത്രം ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യാനുള്ള റീസൺ ഉണ്ടായേക്കാം. ഇനി അതല്ല ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ് കൊടുത്താലോ അല്ലെങ്കിൽ ലൈഫ് ടൈം ബാൻ കൊടുത്താൽ പോലും ഇലക്ഷൻ കമ്മീഷൻ അത് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ആസ് പെർ ദ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ഈ ഒരു പ്രൊവിഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പം ലൈഫ് ടൈം ബാൻ കിട്ടിക്കഴിഞ്ഞാലും ഈ പ്രൊവിഷൻ പ്രകാരം ഇലക്ഷൻ കമ്മീഷനെ ആ ബാൻ റിമൂവ് ചെയ്യാം എന്നല്ലേ. അപ്പൊ ഒരു കോൺഫ്ലിക്ട് ഓഫ് ലോ കൂടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി 2019 2022 UPSC പ്രീവിയസ് ഇയർ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ 2019 2022 ഈ പറയുന്ന ലില്ലി തോമസ് കേസസിന്റെ ബേസിലായിരുന്നു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് ലില്ലി തോമസ് കേസിലേക്ക് വരുന്ന സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള കേസും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. ലില്ലി തോമസിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് സെക്ഷൻ 8 clause 4 which allowed convicted legislatures to retain office if they filed an appeal. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ആ സെക്ഷൻ നോക്കിയ സമയത്ത് അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു 2 years or more ആണ്, അല്ലെ? 2 years or more. നമ്മൾ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഹീനിയസ് ക്രൈംസ് ആണ് എന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈമിന്റെ സ്വഭാവം നോക്കിയിട്ടും അതേപോലെ തന്നെ ക്രൈമിന്റെ ഡ്യൂറേഷൻ നോക്കിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് ബാൻ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 years ആയിരുന്നു. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ക്രൈമിൽ ഞാൻ കൺവിക്റ്റഡ് ആയി. അപ്പൊ എനിക്ക് ശിക്ഷ ഏകദേശം ഒരു 3 വർഷത്തേക്ക് എനിക്ക് ശിക്ഷ കിട്ടാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്യണം, ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടണം. എന്നാൽ ഈ പറയുന്ന 3 വർഷത്തേക്ക് ഞാൻ ഡിസ്ക്വാളിഫൈ ചെയ്യാവുന്ന ഈ കേസിൽ ഞാൻ ഫർദർ എന്ത് ചെയ്യാണ്, അപ്പീലിന് പോവാണ്. അപ്പീലിന് പോവാണ്, ഹൈക്കോർട്ടിലേക്ക് പോവാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ഇലക്ഷനിൽ മത്സരിക്കാം. ഈ ഒരു പ്രൊവിഷൻ ആയിരുന്നു ലില്ലി തോമസ് കേസിന് മുമ്പ് വരെ ഉണ്ടായിരുന്നത്. ഈ ഒരു പ്രൊവിഷൻ ലില്ലി തോമസ് എന്ത് ചെയ്തു, ലില്ലി തോമസ് കേസിൽ സുപ്രീം കോടതി എന്ത് ചെയ്തു, എടുത്തു കളഞ്ഞു. ഇറ്റ് സ്ട്രക്ക് ഡൗൺ ദ സെക്ഷൻ 8 clause 4. അങ്ങനെയാണ് 2 yearsലേക്ക് വരുന്നത്. ഇപ്പൊ 2 yearsലേക്ക് കൺവിക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അപ്പീലും ഇതൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ഡിസ്ക്വാളിഫൈഡ് ആണ്. പിന്നെ അപ്പീലിന് പോയിട്ട് വേണമെങ്കിൽ അത് റിവോക്ക് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഏതെങ്കിലും ഒരു കോടതി 2 വർഷത്തിൽ കൂടുതൽ വിധിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി ഇമ്മീഡിയറ്റ്ലി ഡിസ്ക്വാളിഫൈഡ് ആണ്. ദെൻ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ വേഴ്സസ് ജെൻ ചൌക്കിദാർ 2013 ഉണ്ടായിട്ടുള്ള കേസാണ്. It held that under trials in jails are not electors and hence cannot contest election. However, Parliament amended the law to overturn this ruling. Held that under trials in jail are not electors and hence cannot contest election. Under trial ആയിട്ടുള്ള ആളുകൾക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റില്ല എന്നുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ബട്ട് അതിനെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, പാർലമെന്റ് പുതിയ നിയമം കൊണ്ടുവന്നിട്ട് അതിനെ ഓവർടേൺ ചെയ്യുന്നുണ്ട്. Then comes like public interest foundation case 2018 ആണ്. ഇതിലേക്ക് വരുന്ന സമയത്ത് the court refused to disqualify candidates with pending criminal charges, stating that only parliament could amend the law. അപ്പം ഇവിടെ വരുന്ന നമ്മൾ നേരത്തെ പഠിച്ച ചാലഞ്ചിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് സുപ്രീം കോടതിക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല? ബിക്കോസ് ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ. സോ സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്. അപ്പം ഇത്തരത്തില് ഒരാളെ ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് തീരുമാനം എടുക്കേണ്ടത് ആരാണ്? ഇറ്റ് ഇസ് ദ പാർലമെന്റ്, നോട്ട് ദ കോർട്ട്. അതുകൊണ്ടാണ് കോർട്ട് എന്ത് ചെയ്യാത്തത്, അതിൽ ഇടപെടാത്തത്. അപ്പൊ പാർലമെന്റ് തന്നെ എന്ത് ചെയ്യണം, ഈ പറയുന്ന റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ബാൻ, ലൈഫ് ടൈം ബാൻ എന്ന് പറയുന്നത് പാർലമെന്റ് തന്നെ കൊണ്ടുവരണം. ദെൻ നമ്മുടെ അടുത്ത ടോപ്പിക് ഇന്ത്യ ഫ്രാൻസ് റിലേഷൻ, ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. സോ ഇതിലേക്ക് വരുന്ന സമയത്ത് GS2 IR വരുന്ന ഏരിയ ആണ്. അപ്പൊ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹാസ് വിസിറ്റഡ് ഫ്രാൻസ്. ഫെബ്രുവരിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഫ്രാൻസിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ആൻഡ് ഇറ്റ് ഹാസ് മാർക്ക്ഡ് എ സിഗ്നിഫിക്കന്റ് മൈൽ സ്റ്റോൺ ഇൻ ഇന്ത്യ ഫ്രാൻസ് റിലേഷൻസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ബ്രെക്സിറ്റ് നടന്നു. ഓക്കെ, ബ്രെക്സിറ്റ് നടന്നു. ഇതോട് കൂടിയിട്ട് യൂറോപ്യൻ യൂണിയൻ പ്ലസ് ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ പ്ലസ് ബ്രിട്ടൻ ഈ രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ യൂറോപ്പിന്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ കറണ്ട് യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ലെങ്കിൽ ഒരു രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കറിയാം റീസെന്റ് EU ആയിട്ട് നമുക്ക് പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ലൈക്ക് ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം പോലെയുള്ള പല ട്രേഡ് റെസ്ട്രിക്ഷൻസും ഇൻഡയറക്റ്റ് റെസ്ട്രിക്ഷൻസും എന്ത് ചെയ്തിട്ടുണ്ട്, EU കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു വേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രാൻസിന്റെ സപ്പോർട്ടും കൂടെ വേണം. അപ്പം ഈ ഒരു പെർസ്പെക്റ്റീവ് കൂടെ നിങ്ങൾ ഇതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് കറണ്ട് EUലെ ഒരു പ്രൊമിനന്റ് മെമ്പറാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊരു സിഗ്നിഫിക്കന്റ് അച്ചീവ്മെന്റ് ആണ് വിത്ത് എഗ്രിമെന്റ്സ്. ഇതിൽ ഏതൊക്കെ എഗ്രിമെന്റ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്? ന്യൂക്ലിയർ എനർജി, ഡിഫൻസ്, AI ആൻഡ് ഇൻഡോ പസഫിക് കോപ്പറേഷൻ. സോ ഇൻഡോ പസഫിക് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ലൊക്കേഷൻ, ഒരു ജിയോ സ്ട്രാറ്റജിക് ഇമ്പോർട്ടന്റ് ലൊക്കേഷൻസ് ആയിട്ട് ഇൻഡോ പസഫിക് ഏരിയ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു ഏരിയയിൽ അതുപോലെ തന്നെ ഈ പറയുന്ന റിയൂണിയൻ, അതുപോലെ തന്നെ ഡിഫറെന്റ് ഐലൻഡുകൾക്ക് മുകളിൽ പണ്ട് കാലത്ത് ബ്രിട്ടൻ, അതുപോലെ തന്നെ ഈവൻ ഫ്രാൻസ്, ഇത്തരം രാജ്യങ്ങൾക്കൊക്കെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലുള്ള പല ഐലൻഡുകൾക്ക് മുകളിലും എന്തുണ്ട്, ഇപ്പോഴും കൺട്രോൾ ഉണ്ട്. അവരുടെ ഒരു ഓവർസീസ് ടെറിട്ടറി ആയിട്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ഇന്ത്യൻ ഓഷ്യന്റെ ഐലൻഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യക്കും ഫ്രാൻസിനും കോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ വരുന്ന, ഓക്കെ, സോ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ വരുന്ന ചൈനീസ് ഇൻഫ്ലുവൻസ് ഒരു വലിയ പരിധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, സോ ഇതും കൂടെ ഒരു ഫാക്ടർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഒരു ജിയോ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് കൂടെ ഇതിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി റീസെന്റ് സമ്മിറ്റിലെ പ്രധാനമായിട്ട് വരുന്ന ഔട്ട്കംസ് എന്തൊക്കെയാണ്, ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. സോ അതിൽ ഫസ്റ്റ് വരുന്നത് ന്യൂക്ലിയർ എനർജി കോപ്പറേഷൻ ആണ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് രാജ്യങ്ങളായിട്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ എഗ്രിമെന്റ്സ് ഉണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് 1, 2, 3 എഗ്രിമെന്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് അമേരിക്ക ആയിട്ടുള്ള നമ്മുടെ ന്യൂക്ലിയർ ഡീൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയർ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂക്ലിയർ ഫ്യൂൽ സപ്ലൈ ആയിട്ട് ഈ പറയുന്ന ഓസ്ട്രേലിയ, അതുപോലെ തന്നെ കസാഖിസ്ഥാൻ, ഇത്തരത്തിലുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്തുണ്ട്, അഗ്രിമെന്റ് ഉണ്ട്. കാരണം നമ്മള് ഈ പറയുന്ന NPT സൈൻ ചെയ്യാത്തൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. NPT, NSG ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ NPT സൈൻ ചെയ്യാത്ത ഒരു രാജ്യമായിട്ട് പോലും ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയർ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിലുള്ള യുറേനിയം, പ്ലൂട്ടോണിയം ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ ഒരു കാരണം നമുക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യൽ വേവർ ആണ്. അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കസാഖിസ്ഥാൻ, അതുപോലെ തന്നെ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളുമായിട്ട് എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതും കൂടെ ഇവിടെ ഓർത്ത് വെക്കണം. അപ്പൊ മേജർ ആയിട്ട് ഏതൊക്കെ രാജ്യങ്ങളായിട്ടാണ് ഇന്ത്യക്ക് ന്യൂക്ലിയർ ലൈക്ക് ഡീലിങ്സ് ഉള്ളത്? അപ്പം ഫ്രാൻസ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ ഗ്ലോബലി തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ഷെയർ, ഒരു രാജ്യത്തിന്റെ ടോട്ടൽ എനർജി ഷെയർ എടുത്തു കഴിഞ്ഞാൽ അതിൽ മോർ ദാൻ 50% അല്ലെങ്കിൽ ഇക്വലന്റ് ടു 50% ന്യൂക്ലിയർ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യപ്പെടുന്ന രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ബട്ട് റീസെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പല ന്യൂക്ലിയർ റിയാക്ടേഴ്സും അവിടെ ഡീകമ്മീഷൻ ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഇൻഫർമേഷൻസ് ആണ്. അപ്പം ഇതിൽ നമുക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത് ഒന്ന് സ്മാൾ മോഡുലാർ റിയാക്ടേഴ്സ്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മോഡുലാർ റിയാക്ടേഴ്സ്. അപ്പൊ പലപ്പോഴും നമ്മൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് ലാർജ് സ്പേസ് റിക്വയർമെന്റ് ആണ്. ഒരുപാട് ഏരിയ നമുക്ക് വേണം എന്നുള്ളത്. ബട്ട് സ്മാൾ മോഡുലാർ റിയാക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 1.5 ബസിന്റെ വലുപ്പമൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു 2 ബസിന്റെ അത്ര വലുപ്പം ഉണ്ടാവില്ല. അപ്പൊ നമുക്കത് ലോക്കലി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്ന ഒരു കാര്യമാണ് സ്മാൾ മോഡുലാർ റിയാക്ടേഴ്സ് കൊണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മോഡുലാർ റിയാക്ടേഴ്സ് വരുന്നുണ്ട്, എഫിഷ്യൻസി കൂടുതലാണ് അതിന്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ന്യൂക്ലിയർ എനർജിയുടെ ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു മേജർ ചാലഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്പേസ് ആയിരിക്കും. ഇറ്റ് റിക്വയർസ് ഐസൊലേറ്റഡ് ലാർജ് ഏരിയ. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റെക്കമെൻഡേഷൻ ആണ് സ്മാൾ മോഡുലാർ റിയാക്ടേഴ്സും അഡ്വാൻസ് മോഡുലാർ റിയാക്ടേഴ്സും. അപ്പം ഇതിന്റെ ഡെവലപ്മെന്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രാൻസ് ആയിട്ടുള്ള ഒരു കോർപ്പറേഷൻ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജയ്താപൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഇതിന്റെ ഡെവലപ്മെന്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഒരുപാട് കാലമായിട്ട് പെൻഡിങ്ങിലായിരുന്നു. ബട്ട് അത് റിവൈവ് ചെയ്തിട്ട് അതിന്റെ കംപ്ലീഷന് വേണ്ടിയിട്ടും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ ഫ്രാൻസിന്റെ ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ 2 പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്സിന്റെ മീറ്റിംഗിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹെഡ് ഓഫ് ദ ഗവൺമെന്റിന്റെ മീറ്റിംഗിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് തീരുമാനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലൈക്ക് ഈ ഒരു ഡിസ്കഷനും കൂടെ ഓൺ ഗോയിങ് ആണ്. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടേംസും കൂടെ വളരെ കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഞാൻ അത് ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് എന്നാക്കി. ഓക്കെ, സോ നിങ്ങൾ മെയിൻസ് ആൻസേഴ്സ് ഒക്കെ എഴുതുമ്പോൾ
നിങ്ങൾക്ക് വളരെ കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് അത് പ്രസിഡന്റ് ആണ്. ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്റർ ആണ്. ആര് മീറ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ടു പ്രൈം മിനിസ്റ്റർ മീറ്റിംഗ് ആണ്. അപ്പോൾ ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് മീറ്റിംഗ് ആണ്. ഇനി അത് ഡിപ്ലോമാറ്റിക് ചാനലിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് ലൈക്ക് ചാനൽ 1 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാറുള്ളത്, ചാനൽ 1 മീറ്റിംഗ് എന്ന് പറയാറുള്ളത്. ഓക്കെ, ദെൻ കംസ് ലൈക്ക് ഡിഫൻസ് കൊളാബറേഷൻ. ഇപ്പൊ ഡിഫൻസ് കൊളാബറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ചില ഏരിയാസ് ആണ്. സബ്മറൈൻസ് വരുന്നുണ്ട്, ഹെലികോപ്റ്റേഴ്സ് ആൻഡ് ജെറ്റ് എഞ്ചിൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പിനാക്ക. ഓക്കെ, ഇതൊരു ലൈക്ക് ബാരൽ ബേസ്ഡ് ആയിട്ടുള്ള മിസൈൽസ് ആണ് പിനാക്ക. അപ്പം ഇതും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഒരു ലോങ് റേഞ്ച് അല്ല ബട്ട് ഷോർട്ട് ടു മീഡിയം റേഞ്ചിൽ വരുന്ന ഒരു മിസൈൽസ് ആണ് പിനാക്ക എന്ന് പറയുന്നത്. അതിന്റെ ഡിഫറെന്റ് വാരിയൻസും നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ പറയുന്ന സബ്മറൈൻസ് ആൻഡ് മിസൈൽസിലെ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും സബ്മറൈൻസ് നമുക്കറിയാം ഫ്യൂവൽസ് ഇഗ്നൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓക്സിജന്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ സബ്മറൈൻസ് അണ്ടർ വാട്ടറിലാണ്. അപ്പം അവർക്ക് പലപ്പോഴും ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് റീസർഫസ് ചെയ്യേണ്ടി വരും. സർഫസിലേക്ക് വന്നിട്ട് ഓക്സിജൻ ഒക്കെ എടുത്തിട്ട് താഴത്തേക്ക് പോകേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് വാട്ടർ ഉണ്ടായിരിക്കും. വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ഓക്സിജൻ ഡെവലപ്പ് ചെയ്യാം. എന്നിട്ട് ഈ ഓക്സിജൻ എന്ത് ചെയ്യാം, ബേണിങ്ങിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഉള്ളത്. ഇപ്പൊ റീസർഫസ് ചെയ്യാതെ തന്നെ ഫ്യൂവൽ ബേൺ ചെയ്യുന്നതിനുള്ള ടെക്നോളജിയാണ് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ദെൻ കംസ് ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ കഴിഞ്ഞ UPSC എക്സാമിനേഷനിൽ GS പേപ്പർ 4 2024 GS പേപ്പർ 4 2 ക്വസ്റ്റ്യൻസ്, ഒരു കേസ് സ്റ്റഡി, അതുപോലെ തന്നെ ഒരു ലൈക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ഒരു കേസ് സ്റ്റഡി, ഇങ്ങനെ ഇൻ ടോട്ടൽ 25 മാർക്സിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു സജഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു വാല്യൂ അഡീഷൻ ആയിട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ത്യ ഫ്രാൻസ് AI റോഡ് മാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ AI ആക്ഷൻ സബ്മിറ്റ്. സോ അപ്കമിങ് ഇയേഴ്സിലും ഈ പറയുന്ന ഏരിയയിൽ GS 1, 2, 3, 4 ഈ പറയുന്ന എല്ലാ പേപ്പറിലും യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ AI. ഓക്കെ, അത് ഏതെങ്കിലും രൂപത്തിലൊക്കെ വരുന്നതായിരിക്കും. നമ്മൾ സൊസൈറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ പറയും. ഇനി ഇവിടേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇന്ത്യ ഫ്രാൻസ് AI റോഡ് മാപ്പ് ഇത് ഫോക്കസ്ഡ് ഓൺ ഡെവലപ്പിംഗ് സേഫ്, സെക്യൂർ ആൻഡ് ട്രസ്റ്റ് വർത്തി AI. നമുക്കറിയാം എയുടെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് അതെന്തല്ല, ട്രസ്റ്റ് വർത്തി അല്ല. ബിക്കോസ് AI ബേസ്ഡ് ഓൺ ഡാറ്റ കളക്ഷൻ ആണ്. AI നീഡ്സ് ഡാറ്റ. അപ്പൊ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടാണ് AI വർക്ക് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പ്രൈവസി, നമുക്ക് AIയിൽ നിന്ന് ഡാറ്റ കിട്ടുക മാത്രമല്ല, AI is taking data from us. ഓക്കെ, നമ്മുടെ എല്ലാ കാര്യം റീസെന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആപ്പിളിന് ഓൾമോസ്റ്റ് 480 കോടി രൂപ ഫെഡറൽ കോർട്ട് ഓഫ് US എന്ത് ചെയ്തിട്ടുണ്ട്, ഫൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് കാരണം എന്താണ്, 2014 മുതൽ ഇത്രയും വർഷം നമുക്കറിയാം ആപ്പിളിലുള്ള ഒരു AI ഫീച്ചർ അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് ഫീച്ചർ ആണ് സിറി എന്ന് പറയുന്നത്. അപ്പൊ ഈ സിറി എല്ലാ വോയിസും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും ഈ റെക്കോർഡുകൾ മുഴുവൻ ലൈക്ക് ഇത്തരം വോയിസുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈവൻ ലൈക്ക് ഞാനിപ്പോ ഇവിടുന്ന് സിറി എന്ന് പറഞ്ഞ സമയത്ത് സൈഡിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, യു ക്യാൻ സി. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, സിറി അവിടുന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ രൂപത്തില് നമ്മൾ പറയുന്ന എല്ലാ കാര്യവും ഇവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വെരി നെക്സ്റ്റ് സെക്കൻഡ് നിങ്ങൾക്ക് അതിന്റെ സജഷൻസ് ആയിരിക്കും പിന്നെ ഗൂഗിൾ അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുമ്പോൾ കൂടുതൽ വരുന്നത് അതായിരിക്കും. ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ കണ്ടിന്യൂസ്ലി മോണിറ്ററിങ് ലൈക്ക് ത്രൂ ദി വോയിസ്. നമ്മൾ കൊടുക്കുന്ന വോയിസ് കമാൻഡ് അവർ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പേരിൽ ആപ്പിളിന് 480 crore എന്ത് ചെയ്തിട്ടുണ്ട്, പെനൽറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു AI, അതായത് ഹ്യൂമൻ AI ഇന്ററാക്ഷൻ ഇത് കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് മെഷേഴ്സ് എടുക്കുക. അതും കൂടെ എന്തൊക്കെ വരുന്നുണ്ട്, ഇന്ത്യ ഫ്രാൻസ് AI റോഡ് മാപ്പിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതിനടുത്തത് AI ആക്ഷൻ സബ്മിറ്റ് ആണ്. ഇത് ഇന്ത്യ പ്രപ്പോസ്ഡ് ഹോസ്റ്റിംഗ് ദ നെക്സ്റ്റ് AI സബ്മിറ്റ് വിത്ത് 2026 ആസ് ദി ഡെസിഗ്നേറ്റഡ് ഇയർ. അത് എന്തുകൊണ്ടാണ് ഇന്ത്യ ഫ്രാൻസ് ഇയർ ഓഫ് ഇന്നോവേഷൻ ആയിട്ട് കൂടെ അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക, ഇന്ത്യ ഫ്രാൻസ് AI റോഡ് മാപ്പ് വരുന്നുണ്ട്, AI ആക്ഷൻ സബ്മിറ്റ് വരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ AI ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു എത്തിക്കൽ കോഡ് ഓഫ് പ്രിൻസിപ്പിൾ ഉണ്ട്. അതാണ് ആസ്തിലോമർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആസ്തിലോമർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇത് AI ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കോഡ് ഓഫ് കണ്ടക്ട് ആണ്, ഒരു ടെക്നോളജിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ആണ് ആസ്തിലോമർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഒരു വാല്യൂ അഡീഷൻ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിൻസ് ആൻസേഴ്സിലൊക്കെ ആഡ് ചെയ്യാം. ദെൻ ഇൻഡോ പസഫിക് കോപ്പറേഷൻ. അപ്പൊ നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
ഡിഫറെന്റ് ഡെവലപ്മെന്റ്, ഒന്ന് ട്രയാങ്കുലർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഈ പറയുന്ന ഇൻഡോ പസഫിക് റീജിയനിലേക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേർഡ് കൺട്രിയുടെയും കൂടെ കോർപ്പറേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയും ഫ്രാൻസും ഒരു തേർഡ് കൺട്രിയും കൂടെ എന്ത് ചെയ്യും, കോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസ്, ഫോർ എക്സാമ്പിൾ ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിരിക്കാം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കാം, ഇത്തരം ഏരിയാസിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് സ്മാൾ ഐലൻഡ് ഡെവലപ്മെന്റ് നേഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇനീഷ്യേറ്റീവ് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കറിയാം ഇന്ത്യ ജപ്പാനും കൂടെ ജോയിന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആഫ്രിക്കയിലൊക്കെ ഡിഫറെന്റ് പ്രോജക്റ്റുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ അതേ ഫോർമാറ്റിൽ ഇന്ത്യ, ഫ്രാൻസ്, അതുപോലെ തന്നെ ഒരു തേർഡ് കൺട്രി പാർട്ടിസിപ്പേഷനിൽ ഇൻഡോ പസഫിക് റീജിയനിൽ ഒരു ട്രയാങ്കുലർ ഡെവലപ്മെന്റൽ കോർപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ വരുന്നതാണ് യൂറോ ഡ്രോൺ മാലി പ്രോഗ്രാം. ഓക്കെ, MALE പ്രോഗ്രാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യസ് ഇൻക്ലൂഷൻ ആസ് എൻ ഒബ്സർവർ ഇൻ ദ യൂറോപ്യൻ ഡ്രോൺ പ്രോഗ്രാം. സോ ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പീറ്റ് ആയിട്ട് UPSC പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് ബിക്കമിങ് എ ഡിസ്റപ്റ്റീവ് ടെക്നോളജി. ഡ്രോൺ എന്ന് പറയുന്നത് ഒരു ഡിസ്റപ്റ്റീവ് ടെക്നോളജി ആയിട്ട് ഒരു ഫാസ്റ്റ് അഡ്വാൻസിങ് ടെക്നോളജി, എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അപ്കമിംഗ് ആയിട്ട് എമേർജ് ചെയ്യാൻ സാധ്യതയുള്ള ടെക്നോളജീസിനെയാണ് നമ്മൾ ഡിസ്റപ്റ്റീവ് ടെക്നോളജീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്റപ്റ്റീവ് ടെക്നോളജിയും ഡിസ്ട്രക്റ്റീവ് ടെക്നോളജിയും രണ്ടാണ്. ഡിസ്ട്രക്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കാൻ സാധ്യതയുള്ളത്, ഫോർ എക്സാമ്പിൾ ലൈക്ക് ബോംബ്സ്. ഓക്കെ, അതായത് ആണവായുധങ്ങൾ, ഇതൊക്കെയാണ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഡിസ്റപ്റ്റീവ് ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ടെക്നോളജീനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ടെക്നോളജീസ്, ഫോർ എക്സാമ്പിൾ ലൈക്ക് ബ്ലോക്ക് ചെയിൻ, AI സിസ്റ്റംസ്, നാനോ ടെക്നോളജി, ബയോ ടെക്നോളജി, ഡ്രോൺ, ഇതൊക്കെ എന്താണ്, നെക്സ്റ്റ് ലെവൽ ഓഫ് ടെക്നോളജീസ് ആണ്. അതാണ് ഡിസ്റപ്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പം ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ള കീവേഡ്സ് ഒക്കെ നിങ്ങളുടെ മെയിൻസ് ആൻസേഴ്സിൽ കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂസ് ആകരുത്. ഓക്കെ, എന്താണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. ദെൻ എക്കണോമിക് ആൻഡ് ദി കൾച്ചറൽ ടൈസ്. അപ്പൊ അതിൽ മേജർ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് സ്റ്റാർട്ടപ്പ് കൊളാബറേഷൻ ആണ്. രണ്ടാമത്തത് ഈ UPI. നമുക്കറിയാം UPI എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സ്റ്റാർ പ്രൊഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. എക്കണോമിക് ട്രാൻസാക്ഷനിലെ ഒരു സ്റ്റാർ പ്രൊഡക്റ്റ് ആയിട്ട് ഈ പറയുന്ന UPI മാറിയിട്ടുണ്ട്. ഡിഫറെന്റ് കൺട്രീസിൽ നമ്മൾ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈവൻ ലൈക്ക് സിംഗപ്പൂർ, അതുപോലെ UAE, ഇതുപോലെ ഡിഫറെന്റ് കൺട്രീസിലേക്ക്, നേപ്പാൾ, ഇങ്ങനെയുള്ള ഡിഫറെന്റ് കൺട്രീസിലേക്ക് നമ്മൾ നമ്മുടെ UPI എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ടെക്നോളജിക്കൽ കൊളാബറേഷൻ ആ രാജ്യങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. അപ്പം UPI ഫ്രാൻസിലേക്കും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്പാൻഡ് ചെയ്യാണ്. ഓക്കെ, സോ അതും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദെൻ ഡെഫിനറ്റ്ലി ലൈക്ക് കൾച്ചറൽ എക്സ്ചേഞ്ചസ്. പലപ്പോഴും UPSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് സെക്യുലറിസം. ഓക്കെ, സെക്യുലറിസം. ഈ സെക്യുലറിസം ചോദിക്കുന്ന സമയത്ത് അവർ ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം സ്പെസിഫിക്കലി ചോദിക്കാറുള്ളത് ഇന്ത്യയുടെ സെക്യുലറിസം വേഴ്സസ് ഫ്രാൻസിന്റെ സെക്യുലറിസം ആണ്. ഓക്കെ, സോ ഇങ്ങനെ UPSC പല തവണ ഇന്ത്യ ഫ്രാൻസ് റിലേറ്റ് ചെയ്തുകൊണ്ട്, കോറിലേറ്റ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സെക്യുലറിസത്തിനെ കമ്പയർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ വേഴ്സസ് വെസ്റ്റേൺ, ഇതിന്റെ സെക്യുലറിസത്തിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണുള്ളത്. ഓക്കെ, സോ ഇങ്ങനെ ഏത് രൂപത്തിലും ഈ ചോദ്യത്തിന് ഏത് ഡയമെൻഷൻസിൽ വേണേലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് ബി കെയർഫുൾ ആൻഡ് പ്രിപ്പയർ ഫോർ ദിസ്. ദെൻ ഇന്ത്യ ആൻഡ് ഫ്രാൻസ് co-chaired ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI സബ്മിറ്റ് ഹെൽഡ് ഇൻ ഫ്രാൻസ്. ഓക്കെ, ഇന്ത്യയും ഫ്രാൻസും എന്ത് ചെയ്തിട്ടുണ്ട്, co-chaired ദി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ സബ്മിറ്റ്. അപ്പൊ ഇതിന്റെ ഔട്ട്കംസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഓർത്ത് വെക്കണം. കാരണം ഇതിൽ ചില എഗ്രിമെന്റ്സ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ എഗ്രിമെന്റ്സും ഈ ഇന്ത്യയും ഫ്രാൻസും co-chaired ആയിട്ട് വന്നിട്ടുള്ള ഈ AI ആക്ഷൻ സബ്മിറ്റിലെ എല്ലാ എഗ്രിമെന്റ്സും ഇന്ത്യ എന്ത് ചെയ്തിട്ടില്ല, ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതായത് ലൈക്ക് ഹ്യൂമൻ റെസ്ട്രിക്ഷൻസ് എന്നുള്ള ആ ഒരു പ്രൊവിഷൻസ് ഇന്ത്യ ആക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് എല്ലാ പ്രൊവിഷൻസും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ചില ഏരിയാസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തായിരിക്കണം, കെയർഫുൾ ആയിരിക്കണം ഏതൊക്കെ എഗ്രിമെന്റ്സ് ആണ് സൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സോ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ലൈക്ക് ദ സബ്മിറ്റ് എൻഡഡ് വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് ഓൺ ദി ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമുക്കറിയാം ദ വേൾഡ് കറന്റ്ലി ഹാവിംഗ് എ ടെക്നോളജിക്കൽ ഡിവൈഡ്. ഓക്കെ, ദ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, ആ ഡിവൈഡ് അവിടെ ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ ടെക്നോളജി. ആൾസോ ഒരു ടെക്നോളജിക്കൽ പോവേർട്ടി ഇസ് ദിയർ. ടെക്നോളജിക്കൽ പോവേർട്ടി, അതുപോലെ ലൈക്ക് ടെക്നോളജിക്കൽ ഡിസ്പാരിറ്റി, ടെക്നോളജിക്കൽ ഡിവൈഡ്, ഡിജിറ്റൽ ഡിവൈഡ്, ഇതൊക്കെ കീവേഡ്സ് ആണ് യു ഹാവ് ടു യൂസ് ഇൻ ദ മെയിൻസ് എക്സാമിനേഷൻ. ഓക്കെ, സോ we should develop inclusive sustainable artificial intelligence for the people and the planet. Okay, sustainable development SDG goals നിങ്ങൾ എപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും 3 കീ ഫാക്ടേഴ്സ്, 3P, 3Pയിലാണ് SDG ഗോൾസ് ഫൗണ്ട് ചെയ്ത് നിൽക്കുന്നത്. ഒന്നാമത്തത് പീപ്പിൾ, രണ്ടാമത്തത് പ്ലാനറ്റ്. സോ ക്യാൻ someone tell me what is the third P? മൂന്നാമത്തെ P എന്താന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? രണ്ടെണ്ണം നമ്മളിവിടെ പറഞ്ഞു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് 3P ആണുള്ളത്. നിങ്ങൾ ജസ്റ്റ് ആലോചിച്ചാൽ മതി. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് എക്കണോമിക്, സോഷ്യൽ, എൻവിറോൺമെന്റൽ കമ്പോണന്റ് ആണുള്ളത്.
അപ്പം അതിനെ ബേസ് ചെയ്തുകൊണ്ട് 3P എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഒന്ന് പ്ലാനറ്റ് ആണ്, രണ്ടാമത്തേത് പീപ്പിൾ ആണ്, മൂന്നാമത്തെ എന്താണ്? വാട്ട് ഇസ് ദ തേർഡ് P? എനിവൺ നോസ്? Okay, Gauri says like poverty. No, it is not poverty, it is profit. Okay, it is profit. So 3Ps ആണ് വരുന്നത്. One is like planet. Planet എന്ന് പറയുന്നത് environmental component ആണ്. രണ്ടാമത്തേത് people. People എന്ന് പറയുന്നത് social component ആണ്. Then comes like profit. അത് economic component ആണ്. സോ നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് അതൊരിക്കലും നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാവരുത്. വി ഷുഡ് ഹാവ് ദി എക്കണോമിക് ഗ്രോത്ത് ആൾസോ. നമുക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടായിരിക്കണം, അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ എൻവറോൺമെന്റിന് നമ്മൾ ഹേർട്ട് ചെയ്യാനും പറ്റില്ല. അപ്പൊ ഡെഫിനറ്റ്ലി വി ഷുഡ് ഹാവ് ദ പ്രോഫിറ്റ്. അതാണ് മൂന്നാമത്തെ P എന്ന് പറയുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന 3P-യെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് പീപ്പിൾ, പ്ലാനറ്റ്, പ്രോഫിറ്റ്. സോ ഇതിനെ മൂന്നിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കും. ഓക്കെ, സോ ഇതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഈ പറയുന്ന 3Ps എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ 2023 2023 UPSC ടോപ്പേഴ്സിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് പരിശോധിക്കാം. അവരുടെ എത്തിക്സിന്റെ ആൻസർ പേപ്പേഴ്സ് ഫോർ എക്സാമ്പിൾ ലൈക്ക് വിഷൻ IASന്റെ ഒക്കെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പം അനിമേഷന്റെ അല്ലെങ്കിൽ ആദിത്യയുടെ ഒക്കെ ആൻസർ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ കൺസെപ്റ്റ് അവർ ഡ്രോ ചെയ്തിട്ട് ഒരു ഡയഗ്രാം പോലെ വരച്ചിട്ട് അവർ പ്രസന്റ് ചെയ്ത് കാണാം. ഡെഫിനറ്റ്ലി നിങ്ങൾ ഇന്ന് തന്നെ ഇത് ചെക്ക് ചെയ്യുക, ടോപ്പേഴ്സിന്റെ ആൻസേഴ്സ് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞു പോകുന്നത് എന്ന് പറയുന്നത് സമയം കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും ആക്സസ് കിട്ടില്ല. ഓക്കെ, ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, ആക്സസ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ കുറച്ച് റിസ്ക് ആണ്. ഇത് അപ്ലിക്കബിൾ ഇൻഫർമേഷൻസ് ആണ്. അപ്പം അത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകളിലൂടെ ആയിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ എംഫസിസ് ചെയ്ത് പറയുന്നത്. ജസ്റ്റ് പോയിട്ട് എന്ത് ചെയ്യുക, അനിമേഷന്റെയും അതുപോലെ തന്നെ ആദിത്യയുടെ ഒക്കെ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അവരെങ്ങനെയാണ് ഈ പറയുന്ന കൺസെപ്റ്റിനെ ലൈക്ക് അവരുടെ പേപ്പറിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നൗ ഇറ്റ് കാൾസ് ഫോർ പ്രൊമോട്ടിംഗ് AI accessibility to reduce digital divide, ensuring open, inclusive, transparent and trustworthy AI. Okay, transparent, trustworthy, open, inclusive AI. Okay, TTOI. സോ ജസ്റ്റ് ഇതുപോലത്തെ കീവേഡ്സ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. ട്രാൻസ്പെറന്റ്, ട്രസ്റ്റ്വർത്തി, ഓപ്പൺ, ഇൻക്ലൂസീവ് AI. സോ ഈ ഓപ്പൺ ആൻഡ് ഇൻക്ലൂസീവ് AI എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി റീസെന്റ് ഒരുപാട് ന്യൂസിൽ വന്നിട്ടുള്ളതാണ്. കാരണം നമുക്കറിയാം ChatGPT എന്ന് പറയുന്നത് ലൈക്ക് ഒരു കംപ്ലീറ്റ്ലി പ്രൈവറ്റ് ആയിട്ട് നിന്നൊരു സാധനമായിരുന്നു. അതിന്റെ ബാക്ക് എൻഡ് എങ്ങനെയാണ് എന്നുള്ളത് അതിന്റെ സോഴ്സ് കോഡ് ഒന്നും നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ റീസെന്റ് ചൈന ഡീപ് സീക്ക് കൊണ്ടുവന്നതോട് കൂടിയിട്ട് ചൈന ഡീപ് സീക്ക് കൊണ്ടുവന്നതോട് കൂടിയിട്ട് അത് ഓപ്പൺ സോഴ്സ് ആക്കി, എല്ലാവർക്കും അതിന്റെ സോഴ്സ് കോഡ് ഇൻഫർമേഷൻസ് ഒക്കെ ഓപ്പൺ ആക്കി കൊടുത്തതോട് കൂടിയിട്ട് ഈ പറയുന്ന ഓപ്പൺ AI കൺസെപ്റ്റ്, ഇൻക്ലൂസീവ് AI കൺസെപ്റ്റ് ഇത് വീണ്ടും ഡിസ്കഷനിൽ വന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി UPSC can ask questions from this particular area. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സാമ്പിൾസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ആൻസർ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ദെൻ ലൈക്ക് എൻകറേജിങ് AI ഡിപ്ലോയ്മെന്റ്, ഡെവലപ്മെന്റ്. ഓക്കെ, സോ ഇതുപോലത്തെ കീവേഡ്സ് ഓർത്ത് വെക്കുക. AI ഡിപ്ലോയ്മെന്റ്, AI ഡെവലപ്മെന്റ്. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ കൂടെ ഓർത്ത് വെക്കണം. AI ഇന്നോവേഷൻ എക്കോസിസ്റ്റംസ് എന്ത് ചെയ്യണം, നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഇന്ത്യ ഫ്രാൻസ് ജോയിന്റ് സബ്മിറ്റ് നടക്കുന്നത്, കോ ചെയർഡ് ആയിട്ടുള്ള സബ്മിറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, നടന്നിട്ടുള്ളത്. സോ AI ഇന്നോവേഷൻ വരണം, എൻകറേജിങ് AI ഡിപ്ലോയ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. അറ്റ് പ്രസന്റ് AI ഡിപ്ലോയ്മെന്റിനുള്ള ചാലഞ്ച് എന്താണ്? ഒന്ന് ടെക്നോളജിക്കൽ ഡിവൈഡ് ഉണ്ട്, രണ്ടാമത്തത് പറയുന്ന പോലെ ഹ്യൂജ് കോസ്റ്റ് ആയിരുന്നു. ഇതുവരെ ഹ്യൂജ് കോസ്റ്റ് ആയിരുന്നു, കാരണം പലപ്പോഴും ബില്യൺ ടേംസിലായിരുന്നു AI റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നോളജീസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പറയുന്ന ഡീപ് സീക്ക് വന്നതോട് കൂടിയിട്ട് അത് മില്യൺ ടേംസിലേക്ക് കുറഞ്ഞു. പിന്നെ അതേപോലെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു, ഈ പറയുന്ന AI സിസ്റ്റംസ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് എനർജി വേണം. 24/7 hours കണ്ടിന്യൂസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി നമ്മൾ കൊടുക്കണം. അതുപോലെ ഹ്യൂജ് ലൈക്ക് ഡാറ്റ സെർവേഴ്സ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. ബട്ട് അറ്റ് പ്രസന്റ് സിസ്റ്റംസ് ആർ ലൈക്ക് ചേഞ്ചിങ്. അപ്പം AI ഡിപ്ലോയ്മെന്റ് കുറെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അഫോർഡബിൾ ആയിട്ടും ഇൻക്ലൂസീവ് ആയിട്ടും മാറുന്നുണ്ട്. അപ്പം അതിന്റെ ബേസിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ അടുത്ത കീവേഡ് AI ഡെവലപ്മെന്റ്. നമുക്കറിയാം ഈവൻ ചൈന ഹാസ് ഡെവലപ്ഡ് ഡീപ് സീക്ക്. ആൻഡ് വാട്ട് ഇസ് ദ കറന്റ് സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യ? ഇന്ത്യ AI ഡെവലപ്മെന്റിൽ എവിടെ നിൽക്കുന്നു? അപ്പം ഇതും വളരെയധികം ഈ AI ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഡിസ്കഷൻസും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇന്ത്യ കമ്പോണന്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും.
അറ്റ് പ്രസന്റ് ഇന്ത്യക്ക് ഒന്നുമില്ല. ആസ് സച്ച് നമ്മൾ ഈ പറയുന്ന ചൈനയും അതുപോലെ US ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ AI ബേസ്ഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഇന്ത്യ ഇസ് ലാഗിങ് വെരി വെരി ബിഹൈൻഡ്. വി ആർ ലൈക്ക് സോ ബിഹൈൻഡ്. നേരെ മറിച്ചിട്ട് ബാക്കി എല്ലാ ടെക്നോളജിക്കൽ ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ വി ആർ കാച്ചിങ് അപ്പ് വിത്ത് ദി അതർ കൺട്രീസ്. ഇപ്പൊ നമ്മൾ സ്പേസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ റോബോട്ടിക്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഏത് ടെക്നോളജി ആയാലും, ഈവൻ ന്യൂക്ലിയർ ടെക്നോളജി ആയിക്കോട്ടെ, മിസൈൽ ടെക്നോളജി ആയിക്കോട്ടെ, സോ വി ആർ കാച്ചിങ് അപ്പ് വിത്ത് ദ ലൈക്ക് ദ ടോപ്പ് ലീഗ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ AI വി ആർ ലാഗിങ് ബിഹൈൻഡ്. സോ ഡെഫിനറ്റ്ലി അതിന്റെ റീസൺസ് ചോദിച്ചുകൊണ്ട് ഡെഫിനറ്റ്ലി ചോദ്യം വരും. പിന്നെ അതേപോലെ തന്നെ AI ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടെ, ഇന്ത്യ ഇസ് ഹാവിംഗ് ലൈക്ക് ഹ്യൂജ് ഡാറ്റ. ഓക്കെ, ലൈക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ 7 crore ആണ്, സോറി 700 crore ആണ് നമ്മുടെ ഗ്ലോബൽ പോപ്പുലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 140 crore പോപ്പുലേഷൻ ഇന്ത്യയിലാണ്. ഈ ഡാറ്റ എന്ന് പറയുന്നത് ഇസ് ഈക്വലൻ ടു ഓർ ലൈക്ക് ഈക്വൽ ടു ദ പോപ്പുലേഷൻ ആണ്. ആൻഡ് ഡാറ്റ ഇസ് ദ ന്യൂ ഓയിൽ. പണ്ടുണ്ടായിരുന്നത് പെട്രോ കെമിക്കൽ അല്ലെങ്കിൽ പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റം ആയിരുന്നെങ്കിൽ നൗ ഇറ്റ് ഹാസ് ബിക്കം ലൈക്ക് ഡാറ്റ ബേസ്ഡ് എക്കണോമി. ആൻഡ് ഇൻ ദിസ് ഡാറ്റ എക്കണോമി ഓർ ദിസ് ഡാറ്റ ബേസ്ഡ് എക്കണോമി, India is a significant player. And they are not able to utilize this particular energy or like this particular information or the data. Okay, so Data Protection and Privacy Act ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഡാറ്റ ലോക്കലൈസേഷൻ പറഞ്ഞിട്ടുള്ള ടേംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഈവൻ ദോ നമ്മൾ ഈ ഡാറ്റ യൂട്ടിലൈസ് ചെയ്തിട്ട് AI ഡെവലപ്മെന്റിന് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. സോ ഇറ്റ്സ് ആൻ ഇഷ്യൂ. സോ വൈ? സോ ഇങ്ങനെയൊക്കെ UPSCക്ക് ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ ചോദ്യങ്ങൾ വരാം. യു ഹാവ് ടു ബി പ്രിപ്പയർഡ്. ഇത് ലൈക്ക് 2026 മാത്രമല്ല, in the every upcoming UPSC examination you can expect questions related to AI, this deployment, development, AI innovation. Okay, so like globalization of the AI and the AI based digital divide, ഇതൊക്കെ നിങ്ങൾക്ക് ചോദ്യം വരാം. ഡെവലപ്മെന്റ്, ഡിപ്ലോയ്മെന്റ്, ഡിവൈഡ്, ഇത് മൂന്നുമാണ് കീ ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ കീ ഔട്ട്കംസ് ഓഫ് ദി AI ആക്ഷൻ സബ്മിറ്റ്. സോ അതിൽ ഫസ്റ്റ് വരുന്നതാണ് കോയലേഷൻ ഓഫ് ദി എൻവിറോൺമെന്റലി സസ്റ്റൈനബിൾ AI. ഞാൻ നേരത്തെ പറഞ്ഞു ഹ്യൂജ് എനർജി വേണം, പവർ വേണം. അപ്പൊ അതുകൊണ്ടാണ് AI ബേസ്ഡ് ടെക്നോളജീസ് പലപ്പോഴും എൻവിറോൺമെന്റലി സസ്റ്റൈനബിൾ ആവാത്തത്. ഓക്കെ, സോ ഇറ്റ് എയിംസ് ടു റാമ്പ് അപ്പ് ഗ്ലോബൽ മൊമെന്റം ടു പ്ലേസ് AI ഓൺ മോർ എൻവിറോൺമെന്റലി സസ്റ്റൈനബിൾ പാത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി കൺസംഷൻ കുറച്ചുകൊണ്ട്, മോർ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ ഒക്കെ നടത്തിക്കൊണ്ട് കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മോർ എൻവിറോൺമെന്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലൈക്ക് AI ഡിപ്ലോയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കോയലേഷൻ ഓഫ് ദി എൻവിറോൺമെന്റലി സസ്റ്റൈനബിൾ AI ശ്രമിക്കുന്നത്. അപ്പം AI ഡിപ്ലോയ്മെന്റിലെ ചാലഞ്ചസ് അല്ലെങ്കിൽ അതിലെ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കീ വാല്യൂ അഡീഷൻ പോയിന്റ് ആണ് കോയലേഷൻ ഫോർ എൻവിറോൺമെന്റലി സസ്റ്റൈനബിൾ AI. Okay, so you have to add this point. Now, it is initiated by France in collaboration with the UN Environment Program and International Telecommunication Union. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും ചോദ്യം വരാം, ഫ്രാൻസ്, അതുപോലെ തന്നെ UNEP, then like ITU. ഏതൊക്കെയാണ് കൊളാബറേറ്റിംഗ് മെമ്പേഴ്സ്? കോയലേഷൻ ഫോർ എൻവിറോൺമെന്റലി സസ്റ്റൈനബിൾ AIയിലെ കൊളാബറേറ്റിംഗ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ് വരുന്നുണ്ട്, UNEP വരുന്നുണ്ട്, ITU വരുന്നുണ്ട്. ഇത് പ്രിലിംസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ജസ്റ്റ് റിമെമ്പർ ഇറ്റ്. ഓക്കെ, അതേപോലെ തന്നെ ചോദിക്കാം, ഇത് എന്തിന്റെ അണ്ടറിലാണ് കോയലേഷൻ ഫോർ എൻവിറോൺമെന്റലി സസ്റ്റൈനബിൾ AI വരുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അങ്ങനെയൊക്കെ ചോദ്യം വരാം. സോ യു ഹാവ് ടു ബി വെരി കൺസെപ്ച്വലി ക്ലിയർ അബൌട്ട് ദിസ് കൺസെപ്റ്റ്. ദെൻ ലൈക്ക് കറണ്ട് AI. അടുത്തൊരു സാധനമാണ് കറണ്ട് AI. ദിസ് എ ഗ്ലോബൽ പബ്ലിക് ഇൻട്രസ്റ്റ് പാർട്ട്ണർഷിപ്പ് ടു പ്രൊമോട്ട് AI ഫോർ പബ്ലിക് ഗുഡ്, ഫോക്കസിംഗ് ഓൺ ഡാറ്റ, ഓപ്പൺനെസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. സോ AI ടെക്നോളജിയുടെ ഡെമോക്രറ്റൈസേഷൻ, ദ കറക്റ്റ് വേർഡ് ഇസ് ലൈക്ക് AI ടെക്നോളജി ഡെമോക്രറ്റൈസേഷൻ. അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡെമോക്രറ്റൈസ് ദി AI ടെക്നോളജി, അതിന് വേണ്ടിയിട്ടാണ് കറണ്ട് AI എന്ന് പറയുന്നത്. That aims to raise 2.5 billion over the next 5 years. ഓക്കെ, ചില സമയത്ത് ഇത് ഡാറ്റ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മാറ്റി തന്നേക്കാം. 2.5 billion എന്നുള്ളത് ചിലപ്പോൾ ട്രില്യൺ എന്ന് ആക്കിയേക്കാം. സോ യു ഹാവ് ടു ബി കെയർഫുൾ. എത്രത്തോളം ഡാറ്റ, ലൈക്ക് എത്രത്തോളമാണ് ഫണ്ട് റൈസ് ചെയ്യുന്നത്. ആൻഡ് ഇന്ത്യ ഇസ് ആൾസോ പാർട്ട്ണർ കൺട്രി. ഈ പറയുന്ന ഓരോ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് കൺഫ്യൂസിങ് ആക്കാൻ സാധ്യതയുണ്ട്, ബട്ട് യു ഷുഡന്റ് ബി കൺഫ്യൂസ്ഡ്. ദെൻ പാരീസ് ചാർട്ടർ ഫോർ AI ഓഫ് ജനറൽ ഇൻട്രസ്റ്റ്. ഇതിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ഹാസ് അഡോപ്റ്റഡ് ദിസ് പാരീസ് ചാർട്ടർ ഫോർ AI ഓഫ് ജനറൽ ഇൻട്രസ്റ്റ്. Agreed on principles of openness of AI to encourage scientific progress, innovation, etc. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ടെക്നോളജിക്കൽ സ്കെയിലബിലിറ്റി. ഇതിനെ നമ്മൾ പറയുന്നതാണ് ടെക്നോളജിക്കൽ സ്കെയിലബിലിറ്റി ഓഫ് എ ഐ. സ്കെയിലബിലിറ്റി ഓഫ് എ ഐ. എ ഐയെ ടെക്നോളജിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ പറഞ്ഞില്ലേ, ലൈക്ക് എ ഐ ഡിപ്ലോയ്മെന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസ്കഷനിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പാരീസ് ചാർട്ടർ ഫോർ എ ഐ ഓഫ് ജനറൽ ഇൻട്രസ്റ്റ്, ടെക്നോളജിക്കൽ സ്കെയിലബിലിറ്റി ഓഫ് ദി എ ഐ ഓർ ടെക്നോളജിക്കൽ എൻഹാൻസ്മെന്റ് ആൻഡ് ഡിപ്ലോയ്മെന്റ് ഓഫ് ദ എ ഐ. ഓക്കെ, സോ അതൊന്ന് ഓർത്ത് വെക്കുക. സോ ഇറ്റ് ലീഡ്സ് ടു പാർട്ടിസിപ്പേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ എ ഐ ഫോർ ദ പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് ദിസ് ഇസ് ഇന്ത്യ ഹാസ് അഡോപ്റ്റഡ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ പാരീസ് ഡിക്ലറേഷൻ ഓൺ മെയിൻറ്റെയിനിങ് ഹ്യൂമൻ കൺട്രോൾ. ഈ ഒരു കൺസെപ്റ്റിലാണ് ഇന്ത്യയും ഫ്രാൻസും അല്ലെങ്കിൽ ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ട് അത്രത്തോളം എന്ത് ചെയ്യാത്തത്, ഒരു സ്വരച്ചർച്ചയിലല്ല, അല്ലെങ്കിൽ ഇന്ത്യ അഗ്രി ചെയ്യാത്ത ഒരു കൺസെപ്റ്റ് ആണ് ഈ ലൈക്ക് ഹ്യൂമൻ കൺട്രോൾ ഓൺ എ ഐ. അത് വേണോ വേണ്ടേ? സോ ഇന്ത്യ ഇസ് ലൈക്ക് ഹാവിംഗ് എ സ്റ്റാൻഡ് ലൈക്ക് ദർ ഷുഡ് ബി ഹ്യൂമൻ കൺട്രോൾ ഓൺ എ ഐ. ഓക്കെ, സോ അതുകൊണ്ട് ഈ ഒരു അഗ്രിമെന്റ് മാത്രം ഇന്ത്യ എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യ ഇസ് നോട്ട് എൻഡോസ്ഡ് ദിസ് ഡിക്ലറേഷൻ. സോ ദ പാരീസ് ഡിക്ലറേഷൻ ഓൺ മെയിൻറ്റെയിനിങ് ഹ്യൂമൻ കൺട്രോൾ ഇൻ എ ഐ ഇനേബിൾഡ് വെപ്പൺ സിസ്റ്റം, ഈ ഒരു കാര്യത്തിൽ മാത്രം ഇന്ത്യ എന്ത് ചെയ്തിട്ടില്ല, ഇന്ത്യ ഹാസ് ഡിഡൻ എൻഡോസ്ഡ്. ഈ എ ഐ ഡിപ്ലോയ്മെന്റ് ഇൻ വെപ്പൺ സിസ്റ്റം എന്ന് പറയുന്ന കൺസെപ്റ്റിനോട് തന്നെ ഇന്ത്യക്ക് എന്തില്ല, യോജിപ്പില്ല. ഓക്കെ, സോ ഈവൻ ദോ ഫോർ ദ പ്രൊട്ടക്ഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഈ വെപ്പൺ സിസ്റ്റം ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഇന്ത്യ വാസ് ഓൾവേസ് കോഷ്യസ്. അപ്പൊ നിങ്ങൾക്കറിയാം NPT തന്നെ ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. കാരണം എന്താണ്, ഇറ്റ് ക്രിയേറ്റ്സ് എ ലൈക്ക് റിസോഴ്സ് ഡിവൈഡ് ഓർ ലൈക്ക് ഒരു റിസോഴ്സ് ഡിവൈഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഓൾറെഡി ന്യൂക്ലിയർ ടെക്നോളജി അക്വയർ ചെയ്ത രാജ്യങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം, അല്ലാത്ത രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ ടെക്നോളജി കിട്ടില്ല. അപ്പം അതേപോലെ തന്നെയാണ് ഈ പറയുന്ന എ ഐ ഇനാബിൾഡ് വെപ്പൺ സിസ്റ്റവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളുകൾ അത് കണ്ടിന്യൂ ചെയ്യും, ബട്ട് അത് ഡെവലപ്പ് ചെയ്യാത്ത ആളുകൾക്ക് ഈ ടെക്നോളജി ഇല്ലാത്തൊരവസ്ഥ വരും. സോ ഒരു ടെക്നോളജിക്കൽ ഡിവൈഡ് ലൈക്ക് അത് കൂടാനുള്ള സാധ്യത, ഒരു ഗ്ലോബൽ എ ഐ ടെക്നോളജി ഡിവൈഡ് കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇന്ത്യ ഈ ഒരു ഡിക്ലറേഷൻ മാത്രം എന്ത് ചെയ്യാത്തത്, സൈൻ ചെയ്യാത്തത്. അപ്പം ഇതിന്റെ 4 ഡിക്ലറേഷനിൽ ഏതൊക്കെയാണ് ഇന്ത്യ, ഇപ്പൊ ലൈക്ക് കറണ്ട് എ ഐ ഉണ്ട്, അതുപോലെ പാരീസ് ഡിക്ലറേഷൻ വരുന്നുണ്ട്. സോ ഇങ്ങനെ ഏതാണ് ഇന്ത്യ സൈൻ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. മെയിൻറ്റെയിൻ ഹ്യൂമൻ കൺട്രോൾ എന്ന് പറയുന്ന ഈ ഒരു പ്രൊവിഷൻ ഉള്ള ഒരേ ഒരു അഗ്രിമെന്റുകളും അത് പാരീസ് ഡിക്ലറേഷൻ ഓൺ മെയിൻറ്റെയിൻ ഹ്യൂമൻ കൺട്രോൾ ആണ്. അത് മാത്രമാണ് ഇന്ത്യ എന്ത് ചെയ്യാത്തത്, എൻഡോസ് ചെയ്യാത്തത്. നൗ നിങ്ങൾക്ക് മെയിൻസിന് വാല്യൂ അഡീഷൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫ്രെയിംവർക്ക് ഫോർ ദ ട്രസ്റ്റ് വർത്തി എ ഐ. ഓക്കെ, ഒരു ട്രസ്റ്റ് വർത്തി എ ഐ സിസ്റ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് തന്നെ അറിയാം, കുറച്ചു കാലം മുമ്പ് ഇപ്പം ഈവൻ ഈ ഡീപ് സീക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രോൾ ഉണ്ടായിരുന്നു. അതായത് ചൈന ഓക്യുപ്പൈഡ് കാശ്മീർ COK ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും അതിലേക്ക് ഒന്നെങ്കിൽ ചൈനയ്ക്ക് ഫേവർ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് സൈലന്റ് ആണ്. ഓക്കെ, സോ അങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ട്. അതായത് ചൈന ഡെവലപ്ഡ് എ ഐ ആയതുകൊണ്ട് അതിന്റെ ലൈക്ക് ഈ അക്കൗണ്ടബിലിറ്റി ഒരു ഇഷ്യൂ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ ഡെവലപ്ഡ് ആൻ AI ടെക്നോളജി, ഫോർ എക്സാമ്പിൾ ലൈക്ക് ഡീപ് സീക്ക്. അപ്പം ഈ ഡീപ് സീക്ക് കാരണം ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന് ആരാണ് റെസ്പോൺസിബിൾ? ഈ പറയുന്ന ആണോ, അല്ലെങ്കിൽ ഡീപ് സീക്ക് ആണോ? അതല്ലെങ്കിൽ ഡീപ് സീക്കിനെ യൂസ് ചെയ്തുകൊണ്ട് ഒരാൾ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രൈം ചെയ്ത ആളാണോ? സോ ഹൂ ഇസ് റെസ്പോൺസിബിൾ? നമുക്കറിയാം ഇത്തരത്തിലുള്ള AI സിസ്റ്റംസ് അല്ലെങ്കിൽ AI ടെക്നോളജി യൂസ് ചെയ്തിട്ട് ധാരാളം മോർഫിംഗ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് ഹൂ ഷുഡ് ബി റെസ്പോൺസിബിൾ? സോ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ ഡിപ്ലോയ്മെന്റിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഡിവൈഡ് അല്ല, ബട്ട് ഒരു ബ്രിഡ്ജിങ് ഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യണം. ഈ ഹാവ്സും ഹാവ് നോട്ട്സിന്റെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജിങ് ഫാക്ടർ ആയിരിക്കണം. അതല്ലാതെ ആ ഒരു ഡിവൈഡിനെ ഫെർദർ എൻഹാൻസ് ചെയ്യുന്നത് ആയിരിക്കരുത്. ദെൻ കംസ് ലൈക്ക് റൂൾ ഓഫ് ലോ ആൻഡ് ദ ഹ്യൂമൻ റൈറ്റ്. ഓക്കെ, സോ നമ്മൾ കുറച്ചു കാലം മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്റർനെറ്റ് ഒരു ബേസിക് ആക്സസ് ആയിട്ട് നമ്മുടെ കേരള ഹൈക്കോർട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാത്തിമ ഷെറിൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലെ ഫാത്തിമ ഷെറിൻ വേഴ്സസ് ലൈക്ക് CBSE ഐ തിങ്ക്, ഏതായാലും ഫാത്തിമ ഷെറിൻ കേസ് എന്നുള്ളത് പറഞ്ഞാൽ മതി. അപ്പൊ അതിൽ ഇന്റർനെറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബേസിക് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഇന്റർനെറ്റ് അല്ല, ആക്സസ് ടു ഇന്റർനെറ്റ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഇന്റർനെറ്റ് ആക്സസ് അല്ല, ആക്സസ് ടു ഇന്റർനെറ്റ്. ഓക്കെ, ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. കാരണം ഇന്റർനെറ്റ് ഇപ്പൊ നമുക്കറിയാം പല ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു
നാഷണൽ എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന ടെക്നോളജിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഒക്കെ അവർക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന് നിർത്തലാക്കാം. ഓക്കെ, അതായത് ഇന്റർനെറ്റ് എന്ത് ചെയ്യാറുണ്ട്, ഷട്ട് ഡൗൺ ചെയ്യാറുണ്ട്. അപ്പൊ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബട്ട് ആക്സസ് ടു ഇന്റർനെറ്റ് എന്ന് പറയുന്നത്, അതായത് എല്ലാവർക്കും അവൈലബിൾ ആണെങ്കിൽ എനിക്കും അത് അവൈലബിൾ ആക്കാൻ, അല്ലെങ്കിൽ എനിക്ക് അത് ആക്സസ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ആണ്. അത് ആർക്കും എന്നെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, സോ ആക്സസ് ടു ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ബട്ട് ഇന്റർനെറ്റ് ആക്സസ് ഇസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. ദെൻ റോബസ്റ്റ്നെസ്, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി. ഓക്കെ, ദെൻ കംസ് ലൈക്ക് ട്രാൻസ്പെറൻസി ആൻഡ് എക്സ്പ്ലെയിനബിലിറ്റി. സോ ഇതൊക്കെ ഒരു എ ഐയുടെ എന്താണ്, ഒരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ്വർത്തി എ ഐയുടെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക്കാണ് ന്യൂ ഇൻകം ടാക്സ് ബിൽ. ഇപ്പൊ നമുക്കറിയാം ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ന്യൂ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ സ്ലാബ് ഒക്കെ മാറ്റിയതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ഒന്ന് ലൈക്ക് ഈ പറഞ്ഞ പോലെ സ്ലാബ് എന്ത് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഇൻക്രീസ് ചെയ്തിട്ട് 12 ലാഖിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇൻകം ടാക്സ് സ്ലാബ്. അതേപോലെ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ കൺസെപ്റ്റ് ആണ് ടാക്സ് ഇയർ എന്ന് പറയുന്നത്. സോ ദ ന്യൂ ഇൻകം ടാക്സ് ബിൽ ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് എ കൺസെപ്റ്റ് കോൾഡ് ടാക്സ് ഇയർ. ഈ ടാക്സ് ഇയർ കൺസെപ്റ്റ് എന്താണ്, GS3 ഏരിയയിലും അതുപോലെ തന്നെ ചിലപ്പോൾ പ്രിലിംസ് എക്സാമിനേഷനിലൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. കാരണം ഒരു എക്സിസ്റ്റിംഗ് റെജിം മാറിയിട്ട്, ഒരു അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നതായിരുന്നു ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സിസ്റ്റം, അത് മാറിയിട്ട് ടാക്സ് ഇയർ എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റ് വരികയാണ്. അപ്പൊ അത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും UPSCയുടെ ഒരു അറ്റൻഷൻ അങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. സോ യു കൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് പെർട്ടിക്കുലർ ഏരിയ. സോ ഇതിലേക്ക് വരുന്ന സമയത്ത് കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇൻകം ടാക്സ് ബില്ല് 2025 എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ടാക്സ് ഇയർ കൺസെപ്റ്റ് മാറിയിട്ട് ലൈക്ക് ടാക്സ് ഇയർ കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. റീപ്ലേസിംഗ് ദി അസസ്മെന്റ് ഇയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് ഇയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് UPSCയുടെ അറ്റൻഷൻ ക്യാച്ച് ചെയ്യാനുള്ള കൺസെപ്റ്റ് കൂടുതലാണ്. സോ വാട്ട് ഇസ് ദിസ് ടാക്സ് ഇയർ കൺസെപ്റ്റ്? ടാക്സ് ഇയർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നോർമലി സ്റ്റാർട്ട് ചെയ്യാറുള്ളത് March 31 അല്ലെങ്കിൽ April 1 മുതലാണ്. സോ April 1 മുതൽ നെക്സ്റ്റ് March 31 വരെ ഇതാണ് ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഈ ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞതിന് ശേഷമായിരുന്നു നോർമലി എന്ത് ചെയ്യാറുള്ളത്, ടാക്സ് കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്തിട്ട് അടയ്ക്കാറുണ്ടായിരുന്നത്. ഓക്കെ, അതായത് അസസ്മെന്റ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഫൈനാൻഷ്യൽ ഇയർ അല്ല, നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിലായിരുന്നു ഇത്രയും കാലം ഈ പറയുന്ന ടാക്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് അടച്ചുകൊണ്ടിരുന്നത്. ബട്ട് ടാക്സ് ഇയർ കൺസെപ്റ്റ് പ്രകാരം ഈ പറയുന്ന ഫൈനാൻഷ്യൽ ഇയർ April 1 മുതൽ March 31 വരെയുള്ള ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ തന്നെ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളിപ്പോൾ മാറിയിട്ടുണ്ട്. സോ ടാക്സിങ് ഓൺ ദ സെയിം ഫൈനാൻഷ്യൽ ഇയർ ഇറ്റ്സെൽഫ്, ഇതാണ് ടാക്സ് ഇയർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇൻകം ടാക്സസ് ഇൻ ദ ഫോളോയിങ് ഇയർ, ഇതായിരുന്നു അസസ്മെന്റ് അല്ലെങ്കിൽ ഓൾഡ് റെജിം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് വി പെയ്ഡ് ഓൺ ദ വെരി നെക്സ്റ്റ് ഇയർ. നേരെ മറിച്ച് ന്യൂ റെജിമിൽ സെയിം ഇയറിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലൈക്ക് ഈ ഓൾഡ് റെജിം ആകുമ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ഈ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്ന സമയത്ത് അതൊരു ഡിലേഡ് അസസ്മെന്റ് പ്രോസസ് ആണ്. പക്ഷെ അതേ വർഷം തന്നെ ചെയ്യുന്ന സമയത്ത് അതെന്തായി, റിയൽ ടൈം അസസ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ലൈക്ക് ഒരു റിയൽ ടൈം ആയിട്ടുള്ള ടാക്സ് റിപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് അത് മാറി. ദെൻ അടുത്ത വർഷത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു റിജിഡ് കംപ്ലയൻസ് സ്ട്രക്ചർ ആയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ബട്ട് ഇറ്റ് ഹാസ് ബിക്കം ലൈക്ക് എ മോർ അഡാപ്റ്റബിൾ റിപ്പോർട്ടിംഗ്. ആ ഒരു സെയിം ഫൈനാൻഷ്യൽ ഇയറിൽ തന്നെ എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും അക്കൗണ്ടും നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ അക്കൗണ്ടൻസി ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്, ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മുടെ എക്സ്പെൻസിൽ വരുന്ന ഒരു സാധനമാണ് ടാക്സ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ എക്സ്പെൻസിൽ വരുന്ന സാധനമാണ് ടാക്സ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ഫൈനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, ബാലൻസ് ഷീറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബിസിനസ്സിൽ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അങ്ങനെ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ ഈ ടാക്സിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പം ഈ ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ട്, ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ട് നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ ടാക്സ് കമ്പോണന്റ് പലപ്പോഴും ഇവിടെ മിസ്സിംഗ് ആയിരിക്കും. കാരണം ഈ ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് വേണം ടാക്സും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യാൻ. അപ്പം ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറവായിരിക്കും. അതേപോലെ തന്നെ ഇവർ എക്സ്ട്രാ ടാക്സ് ചിലപ്പോൾ പേ ചെയ്യേണ്ടി വരും. കാരണം ഒരു എക്സ്പെൻസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയാണ്, 10 കോടി റവന്യൂ ഉള്ള ഒരു കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉള്ള ഒരു കമ്പനി ഉണ്ട്. അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് 2 കോടി ടാക്സ് അടയ്ക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത്രത്തോളം ലൈക്ക് കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 30-40% ഒക്കെ വരുന്നുണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് 2 crore പോസിബിൾ. അപ്പം 2 കോടി ഇവർക്ക് എക്സ്പെൻസ് ആയിട്ട് കൊടുക്കണം എന്ന് വിചാരിക്കാം.
അപ്പം ഈ ഫൈനാൻഷ്യൽ ഇയർ നോക്കുന്ന സമയത്ത് ഇവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ 10 ഇത് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇവർക്ക് കഴിഞ്ഞ വർഷത്തെ ടാക്സ് ഇവിടെ ആയിരിക്കും റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. കാരണം ഇവർ കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിട്ടില്ല, ടാക്സ് അടച്ചിട്ടില്ല. ഇവിടെ ചില ഫോർ എക്സാമ്പിൾ ലൈക്ക് 3 കോടി ഉണ്ടായിരിക്കാം. ആ 3 കോടി ഇവിടുന്ന് കുറച്ചിട്ട് 7 കോടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ ടാക്സ് പിന്നെ അടുത്ത വർഷമാണ്. അങ്ങനെ ഈ സിസ്റ്റം ദിസ് ഹാസ് ബിക്കം മോർ കോംപ്ലക്സ്. അതിന് പകരം ഈ 10 വർഷം ഇവിടെ പ്രോഫിറ്റ് ഉണ്ട്, അതിന്റെ കണക്കാക്കി ടാക്സും ഇവിടെ അടച്ചു കഴിഞ്ഞാൽ ഓരോ ഫൈനാൻഷ്യൽ ഇയറിലെയും അക്കൗണ്ട് സെറ്റിൽമെന്റ്സ് അപ്പൊ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സിസ്റ്റം ബിക്കം മോർ സിംപ്ലിഫൈഡ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇറ്റ് ഹാസ് ബിക്കം മോർ അഡാപ്റ്റബിൾ ഫോർ ടാക്സ് റിപ്പോർട്ടിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു സിമ്പിൾ സ്ട്രക്ചേർഡ് ടാക്സേഷൻ സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നതാണ് ഇറ്റ് ഹാസ് നൗ സിങ്ക്രണൈസ്ഡ്. ഇറ്റ് സിങ്ക്രണൈസസ് ദ ഇൻകം ആൻഡ് ടാക്സേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻകം എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇയറിലും ടാക്സേഷൻ നെക്സ്റ്റ് ഇയറിലും. അപ്പൊ അതിന് പകരം ഇൻകം അതുപോലെ തന്നെ ടാക്സേഷൻ എല്ലാം ഒരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോർ acceptable. Okay, then comes like it simplifies the compliance. Okay, it simplifies the compliance system. Then comes like modernizes the tax framework. Then revenue collection, it definitely improves, like it reduces the tax evasion. Primarily it reduces the tax evasion. അങ്ങനെ വരുന്ന സമയത്ത് it can increase the revenue collection. Then it improves the clarity also. Okay, ഇപ്പൊ നമുക്കറിയാം ഈ പറയുന്ന ടാക്സ് ഡിഡക്ഷൻ അതുപോലെ തന്നെ ടാക്സ് റേറ്റ്, ടാക്സ് എക്സംഷൻ, ഇതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പം ഈ രൂപത്തിലുള്ള ഒരു ടാക്സ് ഇയർ കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ എന്ത് കിട്ടും, ക്ലാരിറ്റി കിട്ടും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ടാക്സ് ഇയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ടമെന്റൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഫണ്ടമെന്റൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എത്രയാണ്. ദെൻ ഇതല്ലാതെ നമ്മുടെ അടുത്തൊരു കൺസെപ്റ്റ് ആണ് ഐൻസ്റ്റീൻ റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഗ്രാവിറ്റേഷൻ ലെൻസിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ലൈക്ക് ഒരു എന്താ പറയുക, ഒരു ഹെവി മാസീവ് സബ്ജക്റ്റിന് ചുറ്റും ഇതേപോലെ ഒരു റിംഗ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ടുള്ള രണ്ട് ഇന്റർപ്ലാനറ്ററി ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഒരു ഗാലക്സി, അങ്ങനെ ഒരു മാസീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചുറ്റും ഒരു റിംഗ് ലൈക്ക് ഓറ അല്ലെങ്കിൽ ഒരു റിംഗ് ലൈക്ക് ആയിട്ടുള്ള ഒരു വെളിച്ചം അപ്പിയർ ചെയ്യും, ഒരു ലൈറ്റ് വരും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാറുള്ളത്, ഗ്രാവിറ്റേഷണൽ ലെൻസിങ് അല്ലെങ്കിൽ ഐൻസ്റ്റീൻ റിംഗ് എന്നൊക്കെ പറയാറുള്ളത്. ഈ ഒരു കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, പ്രിലിംസിലേക്ക് പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി യൂക്ലിഡ്. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ സ്പേസ് ഏജൻസി ഉണ്ട്. ലൈക്ക് USA നാസയാണ്. ഓക്കെ, സോ അതേപോലെ യൂറോപ്പിന്റെ എന്താണ്, യൂറോപ്യൻ സ്പേസ് ഏജൻസി യൂക്ലിഡ് സ്പേസ് ടെലസ്കോപ്പ്. യൂറോപ്യൻ സ്പേസ് ഏജൻസി യൂക്ലിഡ് സ്പേസ് ടെലസ്കോപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. They have discovered a rare Einstein ring around the galaxy NGC 6505. ഓക്കെ, അപ്പം ഈ കൺസെപ്റ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ്, ലൈക്ക് ഇതിന്റെ ഫർദർ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ഐൻസ്റ്റീൻ റിംഗ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കുറെ കൂടെ നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എർത്തിൽ നിന്ന് നോക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇതാണ് എർത്ത്. ഓക്കെ, സോ ഇതാണ് എർത്ത്. എർത്തിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് അനേകം പ്രകാശ വർഷങ്ങൾക്കപ്പുറം, ലൈക്ക് ലൈറ്റ് ഇയേഴ്സിനപ്പുറം ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് വീണ്ടും ഒരുപാട് പ്രകാശവർഷം അകലെ ഫോർ എക്സാമ്പിൾ ഒരു ഗാലക്സി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഈ ഗാലക്സിയിൽ നിന്ന് ലൈറ്റ് എർത്തിലേക്ക് വരുന്നുണ്ടായിരിക്കും. ഇവിടെ എത്തുന്ന സമയത്ത് ഈ ലൈറ്റ് ബിക്കോസ് ഓഫ് ഈ പറയുന്ന ഇതൊരു മാസീവ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, എർത്തിൽ നിന്ന് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് വരച്ചെന്ന് മാത്രം. അപ്പം ഇതൊരു മാസീവ് ഒബ്ജക്റ്റ് ആണ്. അപ്പം നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കും, നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത് ആസ് എച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഹൈ ഗ്രാവിറ്റേഷനുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മുടെ സ്പേസിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സ്പേസ് ടൈം റിപ്പിൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റോർഷൻ സ്പേസിൽ ക്രിയേറ്റ് ചെയ്യും എന്ന് പഠിച്ചിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കുക. ആക്ച്വലി നമ്മുടെ ഈ സാധനങ്ങളൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് ലൈക്ക് സ്പേസിന് ഒരു ഡിസ്റ്റോർഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്ലാനറ്റ്സുകളും അല്ലെങ്കിൽ ഗാലക്സികളും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നൊരു തിയറി ഉണ്ട്. ഒരു കുഴി രൂപത്തിൽ, അതായത് അത് നിൽക്കുന്ന ഏരിയനെ അത് ലൈക്ക് നമ്മൾ സാധാരണ ഉണ്ടാവുമല്ലോ, ഇപ്പൊ ഒരു സ്പോഞ്ചിലൊക്കെ നമ്മൾ ഒരു ബോൾ വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം കുഴിഞ്ഞു നിൽക്കും. അപ്പൊ അതേ രൂപത്തിൽ സ്പേസിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ടാണ് ഇത് നിൽക്കുന്നത്. നിങ്ങൾ അതിന്റെ ജസ്റ്റ് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഇമേജ് കിട്ടും. അപ്പം ഈ ലൈറ്റ് ഇവിടുന്ന് വരുന്ന സമയത്ത് ഈ മാസീവ് ഒബ്ജക്റ്റിന് ചുറ്റും അത് എന്ത് ചെയ്യും, ഈ രൂപത്തിൽ കറങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അല്ലെങ്കിൽ ഈ രണ്ട് സൈഡിലൂടെയും ഈ ഒരു സ്പേസ് ടൈം റിപ്പിൾ കാരണം ഇതുപോലെ ടേൺ ചെയ്തിട്ടായിരിക്കും വരുന്നത്. എന്നിട്ട് ആ ലൈറ്റ് നമ്മുടെ എർത്തിലേക്ക് എത്തും. ഓക്കെ, ഈ രൂപത്തിലേക്ക് എർത്തിലേക്ക് എത്തും.
അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എർത്തിൽ നിന്ന് ഒരാൾ നോക്കുന്ന സമയത്ത് ഇയാളെ സംബന്ധിച്ചിട്ട് ഈ ഒരു ലൈൻ ഓഫ് സൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ഏരിയ ആണ് അല്ലെ, ഒരു വലിയ ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ തോന്നും. ഒരു വലിയ ഗാലക്സി, അതായത് ഈ ഗാലക്സിനെ കുറെ കൂടെ അടുത്ത് അതിന്റെ ഒരു വലിയ രൂപത്തിൽ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. നമ്മൾ സാധാരണ റിഫ്രാക്ഷൻ ഒക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ തന്നെ. നമ്മൾ മിറാജ് ഉണ്ടാവാനൊക്കെ കാരണം റിഫ്രാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആക്ച്വലി ഇയാൾ നോക്കുന്ന സമയത്ത് ഒരു വലുതായിട്ട് കുറച്ചുകൂടെ അടുത്ത് ഈ ദൂരെയുള്ള ഗാലക്സിയെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനെയാണ് ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിനു ചുറ്റും ഒരു ഐൻസ്റ്റീൻ റിംഗ് അല്ലെങ്കിൽ ഒരു റിംഗ് ലൈക്ക് ആയിട്ട് ഒരു ലൈറ്റ് അപ്പിയർ ചെയ്യുന്നതിന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെയാണ് ഐൻസ്റ്റീൻ റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തില് എൻലാർജർ ആയിട്ട് കാണാൻ പറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് കൺസെപ്റ്റും സെപ്പറേറ്റ്ലി ഓർത്ത് വെക്കുക. എന്താണ് ഐൻസ്റ്റീൻ റിംഗ് എന്നുള്ളതും എന്താണ് ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുന്നതും. സോ ആൻ ഐൻസ്റ്റീൻ റിംഗ് ഇസ് എ ഗ്രാവിറ്റേഷണൽ ലെൻസിങ് ഫിനോമിനൻ ആണ്. ഈ ഫിനോമിനൻ കാരണം ഉണ്ടാകുന്നതാണ് ഐൻസ്റ്റീൻ റിംഗ് എന്ന് പറയുന്നത്. Where light from distant galaxies bends around a massive celestial object forming a ring-like structure. Okay, then gravitational lensing എന്താ നമ്മൾ പറഞ്ഞു, ഒരു എൻലാർജർ ആയിട്ട് ഒരു മാസീവ് സെലസ്റ്റിയൽ ബോഡി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ, അപ്പൊ അത് എല്ലാ ഗാലക്സികളെയും അല്ലെങ്കിൽ എല്ലാ ചിലപ്പോൾ എന്താ പറയുക സ്റ്റാർസിനെയൊന്നും നമുക്ക് ഇതേപോലെ കാണാൻ വേണ്ടിയിട്ട് പറ്റിക്കൊള്ളണമെന്നില്ല. ഞാൻ സ്റ്റാർസ് എന്ന് പറഞ്ഞത് ലൈക്ക് നമ്മുടെ പൾസേഴ്സ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതാണ്, അല്ലാതെ ലൈക്ക് നോർമൽ സ്റ്റാറുകളുടെ കാര്യമല്ല. ഒരു ലാർജ് ആയിട്ടുള്ള മാസീവ് ആയിട്ടുള്ള ലൈക്ക് ഇന്റർപ്ലാനറ്ററി ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ സ്പേസ് ഒബ്ജക്ട്സിനെ മാത്രമേ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഗ്രാവിറ്റേഷണൽ ലെൻസിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇത്തരത്തിലുള്ള ഗാലക്സി അല്ലെങ്കിൽ ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, വളരെ എൻലാർജ്ഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതിന് പെർഫെക്റ്റ് അലൈൻമെന്റ് വേണം. ഇപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെ 3 ബോഡീസ് എന്ത് ചെയ്തിട്ടുണ്ട്, പെർഫെക്റ്റ്ലി അലൈൻഡ് ആണ് അല്ലെ. എർത്ത്, അതേപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഒബ്ജക്ട്, ദെൻ ലൈക്ക് ഈ ഗാലക്സി. അപ്പം ഇങ്ങനെ 3ഉം കൂടെ പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ട് വന്ന സമയത്താണ് ഈ പറയുന്ന ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ത് ചെയ്തിട്ടുള്ളത്, നടന്നിട്ടുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി അത് എന്തല്ല, ഒരു ഈസി അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫിനോമിനൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ റെയർ ആയിട്ടുള്ള ലൈക്ക് ലെസ് ദാൻ 1% ഗാലക്സികൾക്കൊക്കെ ഇത്തരത്തിലുള്ള നമ്മൾ എർത്തിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി അതേപോലെ തന്നെ ഈ പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ, അതുകൊണ്ടാണ് ഇതിന് ഐൻസ്റ്റീൻ റിംഗ് എന്ന് പറയുന്ന പേര് കിട്ടിയത്. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീൻ 1915 തന്നെ ഈ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ആൽബർട്ട് ഐൻസ്റ്റീൻസ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി 1915 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലൊരു ഫിനോമിനൻ അപ്പിയർ ചെയ്യാം അല്ലെങ്കിൽ പോസിബിൾ ആണ് എന്ന് ഐൻസ്റ്റീൻ പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ ഫസ്റ്റ് ഡിസ്കവർ ചെയ്യുന്നത് 1987 ഓക്കെ, അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിലും അതുപോലെ വളരെ മാസീവ് ആയിട്ടുള്ള ഒബ്ജക്ട്സിലും മാത്രമേ നമുക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഐൻസ്റ്റീൻ അത് തിയററ്റിക്കൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് അത് കാണണം എന്നുണ്ടെങ്കിൽ വി നീഡ് മോർ പവർഫുൾ ടെലസ്കോപ്പ്. ഓക്കെ, സോ ലൈക്ക് ഇപ്പൊ നമുക്കറിയാം ഹബിള്, അതുപോലെ ജെയിംസ് വെബ്, ഇതുപോലുള്ള അഡ്വാൻസ്ഡ് ടെലസ്കോപ്പ് ഒക്കെ ഇപ്പൊ നമുക്കുണ്ട്. ഇത്തരത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള ടെലസ്കോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഗ്രാവിറ്റേഷണൽ ലെൻസിങ് കാരണം ഉണ്ടാകുന്ന ഐൻസ്റ്റീൻ റിങ്ങുകൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് 1915 ഐൻസ്റ്റീൻ തിയററ്റിക്കലി ഇങ്ങനെ പറഞ്ഞെങ്കിലും പ്രാക്ടിക്കലി ഇത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വർഷം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ ഫീച്ചേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെസ് ദാൻ 1% ഗാലക്സികളുടെ കാര്യത്തിൽ മാത്രമേ ഇത്തരത്തിൽ ഐൻസ്റ്റീൻ റിംഗ് ഫോർമേഷൻസ് നടക്കുന്നുള്ളൂ. ദെൻ അടുത്തത്, ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ ടു ദി നേക്കഡ് ഐ. നമ്മുടെ സാധാരണ കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐൻസ്റ്റീൻ റിങ്ങുകൾ ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നത് എന്തല്ല, പോസിബിൾ അല്ല. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റക്റ്റഡ് യൂസിങ് ഹൈ പവേർഡ് ടെലസ്കോപ്പ് ലൈക്ക് ഈ പറയുന്ന യൂക്ലിഡ് അല്ലെങ്കിൽ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ്, ജെയിംസ് വെബ് ടെലസ്കോപ്പ്, ഇത്തരത്തിലുള്ള ഹൈ പവേർഡ് ആയിട്ടുള്ള സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള ടെലസ്കോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, ഐൻസ്റ്റീൻ റിങ്ങുകൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ദെൻ അടുത്ത നമ്മുടെ ലൈക്ക് ഒരു വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ഒബ്സിനിറ്റി ലോസ്. ഓക്കെ, ഒബ്സിനിറ്റി ലോസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പൊ റീസെന്റ് നിങ്ങൾ ഇപ്പൊ ട്രോളുകളൊക്കെ നിങ്ങൾ നോക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അറ്റൻഷൻ കിട്ടിയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും ഇന്ത്യ ഗോട്ട് ലാറ്റിൻ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം. അതിൽ കേരളത്തിനെ കുറിച്ച് വരുന്ന ഒരു പരാമർശവും അതിന്റെ ബേസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ട്രോളുകളും ഡിസ്കഷൻസും ഒക്കെ ഓൺ ഗോയിങ് ആണ്.
അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഒബ്സനിറ്റി ലോസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, സോ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. രൺവീർ അലഹബാദി എന്ന് പറയുന്ന ഒരു കൊമേഡിയൻ, ലൈക്ക് ആക്ച്വലി അദ്ദേഹം ഒരു കൊമേഡിയൻ അല്ല, ഈസ് ലൈക്ക് എ പോഡ്കാസ്റ്റർ. സോ രൺവീർ അലഹബാദിയ ആൻഡ് കൊമേഡിയൻ സമയ് റൈന, ഇവർ രണ്ടുപേരും കൂടെ ഇന്ത്യ ഗോട്ട് ടാലന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ, കേരളത്തിനെ കുറിച്ച് പറഞ്ഞതല്ല ഇവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്, ദേ ഹാവ് മെയ്ഡ് എ ലൈക്ക് ഒബ്സീൻ റിമാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈക്ക് സെക്ഷൽ കമന്റ്സ് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ബോത്ത് ഓഫ് ദം ആർ അണ്ടർ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ. അതുകൊണ്ടാണ് ഈ പറയുന്ന ഒബ്സനിറ്റി ലോസ് ഒരിക്കൽ കൂടി എന്ത് ചെയ്യുന്നത്, ഡിസ്കഷനിലേക്ക് വരുന്നത്. ഓക്കെ, സോ ഇനി ഇന്ത്യൻ ലോസ് പ്രകാരം ഈ ഒബ്സനിറ്റി ലോസിന്റെ പ്രൊവിഷൻസ് അത് എവിടെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യണം. കാരണം ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ലൈക്ക് ഹെയ്റ്റ് സ്പീച്ചുകൾ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചിട്ട് UPSC പല തവണയും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ലൈക്ക് IPC സെക്ഷൻ 153. ഓക്കെ, സോ അതുപോലെ ലൈക്ക് ഡെറഗേറ്ററി പ്രാക്ടീസസ് അഗെയിൻസ്റ്റ് ദ വുമൻസ്, ഇൻഡീസന്റ് റെപ്രസെന്റേഷൻ ഓഫ് ദ വുമൻസ് പ്രൊഹിബിഷൻ ആക്ട്. സോ ഇങ്ങനെ ഒരുപാട് ലീഗൽ പ്രൊവിഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊവിഷൻ സ്വാഭാവികമായിട്ടും ഡിസ്കഷനിൽ വന്നത് കൊണ്ട് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ഒബ്സനിറ്റി ലോസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഫസ്റ്റ് ലൈക്ക് ഡെഫിനറ്റ്ലി ഒരു സോഷ്യൽ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് കൊണ്ടുവരുന്ന റെസ്ട്രിക്ഷൻസ് ആകുമ്പോൾ അത് ഫസ്റ്റ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത് വിത്ത് ഫ്രീ സ്പീച്ച് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. സോ സിമ്പിൾ ആയിട്ട് പറയുന്ന സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ് വേഴ്സസ് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ് വേഴ്സസ് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് വേഴ്സസ് ഒബ്സനിറ്റി ലോസ്. സോ ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഡിസ്കഷൻ പോകേണ്ടത്. അതിലേക്ക് ഫസ്റ്റ് വരുന്ന സമയത്ത് the obscenity laws in India aims to balance the fundamental right, that is free speech, with moral standards. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് മോറൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാൻഡേർഡ്സ്. ഈ ഒബ്സനിറ്റി ലോസ് എന്ന് പറയുന്നത് ആസ് എ റിസൾട്ട് ഓഫ് സോഷ്യൽ സ്റ്റാൻഡേർഡ് ആണ്. അതുകൊണ്ട് തന്നെ പല സമയത്തും ഡിഫറെന്റ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് മാറി മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പല സമയത്തും പല രൂപത്തിലാണ് UPSC ഇന്റർപ്രിട്ടേഷൻ സുപ്രീം കോടതി ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഒരു കോളേജ് റൊമാൻസ് എന്ന് പറയുന്ന ഒരു TV ഷോ, TVF എന്ന് പറയുന്ന ദ വൈറൽ ഫീവർ എന്ന് പറയുന്ന അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കോളേജ് റൊമാൻസ് എന്ന് പറയുന്ന ഒരു ചാനലൊക്കെ ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്. സോ ഇത്തരത്തില് ഡിഫറെന്റ് ടൈമിൽ ഒബ്സനിറ്റി ലോസ് പല രൂപത്തിൽ ഡിസ്കഷനിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട്, ഇത്രത്തോളം ലൈക്ക് ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് ഇപ്പോഴാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, ഇത്രയും ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, then with the rise of the digital platforms, defining what constitute obscenity online has become more complex. ഈ കോംപ്ലക്സിറ്റി കാരണമാണ് പല തവണയും സുപ്രീം കോടതിക്ക് അവരുടെ തന്നെ ജഡ്ജ്മെന്റ് റിവൈസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് വരുന്നത് ലോസ് ഗവേണിംഗ് ദി ഒബ്സനിറ്റി ഇൻ ഇന്ത്യ. ഏതൊക്കെ ലോസ് ആണ് വരുന്നത് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് ലൈക്ക് നമ്മളിവിടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ലോസ് ആണ്. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി ഒബ്സനിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം വരുന്ന സമയത്ത് ലോസും അതിന്റെ പ്രൊവിഷൻസും ഒക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റണം. സോ ഇതിൽ സെക്ഷൻ 294 ഓഫ് ഭാരതീയ ന്യായ സംഹിത ന്യൂ ലോ ആണ്. ഓക്കെ, നമ്മുടെ IPC റീഫോം ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് ഭാരതീയ ന്യായ സംഹിത. സോ സെക്ഷൻ 294 അതുപോലെ തന്നെ 296 രണ്ടും ഓർത്ത് വെക്കണം. 294 ആൻഡ് 296 ബോത്ത് ഓഫ് ദിസ് ആർ ലൈക്ക് റിലേറ്റഡ് ടു ഒബ്സനിറ്റി. ഓക്കെ, സോ ഇതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഈ രണ്ട് പ്രൊവിഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സനിറ്റി ലോസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നതാണ്. ഇറ്റ് ക്രിമിനലൈസസ് ദ സെയിൽ, import, export or display of obscene materials in any form including electronic content. Okay, then comes like section 67 of the Information Technology Act. Section 67 വരുന്നുണ്ട്, 67A വരുന്നുണ്ട്. ഓക്കെ, സോ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്രൊവിഷൻ ആയിരുന്നു സെക്ഷൻ 66A എന്ന് പറയുന്നത്. ബട്ട് അത് ഓവർ ദ ടൈം എന്ത് ചെയ്തിട്ടുണ്ട്, സുപ്രീം കോടതി സ്ക്രാപ്പ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് എടുത്തു കളഞ്ഞിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ടുണ്ട്. ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നുള്ള രൂപത്തിൽ അതിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ബട്ട് നൗ സെക്ഷൻ 67 ഇതൊന്ന് ഓർത്ത് വെക്കണം. ഈ പറയുന്ന ഒബ്സനിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലൈക്ക് ആസ് പെർ ദ സെക്ഷൻ 67 ഓഫ് ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, ഇറ്റ് പണിഷ് പബ്ലിഷിംഗ്, ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽസ് ഓൺലൈൻ. അതിന്റെ ഭാഗമായിട്ട് അപ് ടു 3 years ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ 5 lakh ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. ദെൻ അടുത്ത ലോ ആണ് ഇൻഡീസന്റ് റെപ്രസെന്റേഷൻ ഓഫ് ദ വുമൻ പ്രൊഹിബിഷൻ ആക്ട് 1986 എന്ന് പറയുന്നത്. So it bans indecent portrayal of the woman in any media. ഈ ആക്ടും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇൻഡീസന്റ് റെപ്രസെന്റേഷൻ ഓഫ് ദ വുമൻ പ്രൊഹിബിഷൻ ആക്ട് 1986. ഇൻഡീസന്റ്
Representation of Women Prohibition Act 1986. So 1986 തന്നെയാണ് നമ്മുടെ എന്തും വന്നിട്ടുള്ളത്, എൻവറോൺമെന്റൽ ആക്ടും വന്നിട്ടുള്ളത്. ഓക്കെ, കമ്പയർ ചെയ്തിട്ട് പഠിക്കും. സോ ഇതാണ് പ്രധാനപ്പെട്ട 3 സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ് അല്ലെങ്കിൽ ലൈക്ക് റൂളിങ്സ് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് രഞ്ജിത്ത് ഉദ്ദേശി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ദാറ്റ് അപ്ലൈസ് ഹിക്ലിംഗ് ടെസ്റ്റ്. ഓക്കെ, സോ ഹിക്ലിംഗ് ടെസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഈ പറയുന്ന രഞ്ജിത്ത് ഉദ്ദേശി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്രയിലാണ് ഈ പറയുന്ന ഫസ്റ്റ് ടൈം കോടതി എന്ത് ചെയ്യുന്നത്, ഹിക്ലിംഗ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് UPSCക്ക് ചോദിക്കാൻ പറ്റുന്ന പ്രിലിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ഹിക്ലിംഗ് ടെസ്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത്. ഹിക്ലിംഗ് ടെസ്റ്റ് ഇസ് റിലേറ്റഡ് ടു വാട്ട്? ഓക്കെ, ലൈക്ക് ദ റിസർവേഷൻ, അതല്ലെങ്കിൽ ലൈക്ക് റെസ്ട്രിക്ഷൻസ് അപ്പോൺ ദ ഫണ്ടമെന്റൽ റൈറ്റ്, ഒബ്സനിറ്റി, ദെൻ ലൈക്ക് നാഷണൽ സെക്യൂരിറ്റി, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് തരാം. ഓക്കെ, സോ ഹിക്ലിംഗ് ടെസ്റ്റ് ഇസ് ആക്ച്വലി റിലേറ്റഡ് ടു ദി ഒബ്സനിറ്റി ലോ അല്ലെങ്കിൽ ഒബ്സനിറ്റി റെസ്ട്രിക്ഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ദെൻ കംസ് ലൈക്ക് അവീഗ് സർക്കാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ. This is like the shift to community standard test. So ഹിക്ലിംഗ് ടെസ്റ്റിൽ നിന്ന് ഒരു കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ടെസ്റ്റിലേക്കുള്ള ഷിഫ്റ്റ് നടക്കുന്നത് അവീഗ് സർക്കാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബംഗാൾ കേസിലാണ്. ഓക്കെ, now the next, Supreme Court quash charge against college romance web series. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ TVF, ദ വൈറൽ ഫീവർ എന്ന് പറയുന്ന TVFന്റെ അണ്ടറിൽ വരുന്ന ഒരു സാധനമാണ് കോളേജ് റൊമാൻസ് വെബ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലും ചില രൂപത്തിലുള്ള ഒബ്സനിറ്റി അല്ലെങ്കിൽ സെക്ഷൽ കണ്ടന്റ്സ് ഒക്കെ ഉണ്ട് എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ ലൈക്ക് ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻസ് ഓഫ് വുമൺ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഡൽഹി ഹൈക്കോടതിയിലേക്ക് ഫയൽ ചെയ്യുകയും അതിന് ഡൽഹി ഹൈക്കോടതി എടുത്തിട്ടുള്ള ചില സ്റ്റാൻഡിനെ സുപ്രീം കോടതി പിന്നീട് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു കേസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ അതും കൂടെ അറിഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് നിങ്ങളടുത്ത് പറഞ്ഞു മാത്രം. സോ ഫസ്റ്റത്തത്, ഈ ഓരോ കേസുകളും നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കണം. രഞ്ജിത്ത് ഉദ്ദേശി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. അപ്പൊ എന്തുകൊണ്ടാണ് കേസുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീസെന്റ് ടൈംസ് UPSCയുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് UPSC സ്പെസിഫിക്കലി നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഒരു ആൻസർ എഴുതുന്ന സമയത്ത് വിത്ത് ദ എക്സാമ്പിൾ ഓഫ് കേസ് ലോ. നിങ്ങളൊരു ആൻസർ എഴുതുന്നുണ്ടെങ്കിൽ ആ കേസ് ലോസ് പറഞ്ഞിരിക്കണം. ഇപ്പൊ 2022 ലൈക്ക് എൻവിറോൺമെന്റലിസം, ദ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് ഓഫ് ദി ഇന്ത്യൻ ജുഡീഷ്യറി ഇസ് ദി കോൺസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ദി എൻവിറോൺമെന്റൽ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സബ്സ്റ്റാൻഷിയേറ്റ് വിത്ത് റെലവെന്റ് കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ വിത്ത് റെലവെന്റ് ലോസ് എന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ കേസസ് പറയണം. ഓക്കെ, സോ ഫ്രം ദെയർ ഓൺവേർഡ്സ് ഓരോ വർഷമുള്ള മെയിൻസിന്റെ ചോദ്യത്തിൽ കേസസ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി എന്ന് UPSC വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് പോകാം എന്ന് വിചാരിക്കരുത്. ഡെഫിനറ്റ്ലി ഈ പറയുന്ന ഓരോ കേസും നിങ്ങൾ പഠിച്ചിരിക്കണം. സോ അതിൽ ഫസ്റ്റ് വരുന്നതാണ് രഞ്ജിത്ത് ഉദ്ദേശി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര 1964 കേസാണ്. So it applied the Hickling test, ruling Lady Chatterjee's lover obscene. Then like obscenity was judged by its potential to corrupt impressionable mind. So ഈ പറയുന്ന കൺസെപ്റ്റ്, ഈ പറയുന്ന ലൈക്ക് ഒബ്സനിറ്റിയെ ഡിഫൈനിങ് ബേസ്ഡ് ഓൺ ദി ഹൗ ഇറ്റ് ഇസ് ഗോയിങ് ടു കറപ്റ്റ് ദി ഇംപ്രഷണൽ മൈൻഡ്. ഈ ഒരു കൺസെപ്റ്റ് ആയിരുന്നു നേരത്തെ പറഞ്ഞ കോളേജ് റൊമാൻസ് എന്ന് പറയുന്ന ആ ഒരു വെബ് സീരീസിന്റെ അല്ലെങ്കിൽ ആ ഒരു ഷോയുടെ കേസിലും ഡൽഹി ഹൈക്കോടതി എടുത്തത്. അപ്പൊ ഇംപ്രഷണബിൾ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ there are certain sections of the society who can be like easily influenced by some new content or like some new information, like the child or like the young people. അപ്പൊ ഇത്തരത്തില് യങ് ആയിട്ടുള്ള ആളുകളുടെ മൈൻഡ് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാം. അവരെയാണ് ഇംപ്രഷണബിൾ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പം ഒരു കണ്ടന്റ് അത് ഒബ്സനിറ്റിയുടെ അണ്ടറിൽ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കാര്യം നോക്കുള്ളൂ. ഇത്തരത്തിൽ മോസ്റ്റ് വൾണറബിൾ ആയിട്ടുള്ള സെക്ഷൻസിനെ അവരെ ഇത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവരെ ഇത് റോങ്ഫുൾ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒബ്സനിറ്റിയുടെ അണ്ടറിൽ വരുന്നു. ഇങ്ങനെയായിരുന്നു ആദ്യ കാലങ്ങളിൽ ഈ പറയുന്ന ഒബ്സനിറ്റി ലോസിനെ നമ്മൾ എന്ത് ചെയ്തത്, ഡിഫൈൻ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അവീർ സർക്കാർ കേസസിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ കുറെ കൂടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡുകൾ കൊണ്ടുവരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇംപ്രഷണബിൾ മൈൻഡിൽ നിന്ന് ഒരു ആവറേജ് യൂസർ അല്ലെങ്കിൽ ഒരു ആവറേജ് വ്യൂവർ, അതായത് ഒരു സാധാരണ വ്യൂവർ ആയിട്ടുള്ള ആള്, പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളല്ല, ബട്ട് ഒരു ഒരു യങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മനസ്സിലായിട്ടുള്ള ആളുകൾ, അവരെ കൂടെ കറപ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഒബ്സനിറ്റിയുടെ അണ്ടറിൽ വരുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന് കുറെ കൂടെ എന്ത് ചെയ്തു, ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പൊ രണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ബാലൻസിങ് അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ലൈക്ക് സോഷ്യൽ റെസ്ട്രിക്ഷൻസ് വേഴ്സസ് ഫണ്ടമെന്റൽ റൈറ്റ്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് ടു
ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അവിടെ കുറെ കൂടെ എന്ത് ചെയ്തു ഡൊമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. എവിടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ അത് കുറെ കൂടെ ഡെവലപ്പ് അല്ലെങ്കിൽ കുറെ കൂടെ എന്ത് ചെയ്തു മുമ്പോട്ടേക്ക് വന്നു. Then held that nudity alone does not make content obscene. അപ്പൊ ലൈക്ക് ഒരു ന്യൂഡിറ്റി അല്ലെങ്കിൽ ഒരു നേക്കഡ് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ഓഫ് ദ വുമൺ മാത്രം എന്തിലേക്ക് ലീഡ് ചെയ്യുന്നില്ല, ഈ പറയുന്ന ഒബ്സനിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു സ്റ്റാൻഡ് ആയിരുന്നു കോർട്ട് ഈ ഒരു കേസിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണ്, ഇഫ് ഇറ്റ് ഡസ് നോട്ട് പ്രൊമോട്ട് സെക്ഷൽ ഡിപ്രവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് സെക്ഷൽ ഡിസയർ ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ന്യൂഡിറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഷോസ് മാത്രമേ എന്തിലേക്ക് ലീഡ് ചെയ്യുള്ളൂ, ഒബ്സനിറ്റിയിലേക്ക് വരുള്ളൂ എന്നുള്ള ഒരു ഒബ്സർവേഷൻ ആണ് കോർട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. അതേ സെയിം ഒബ്സർവേഷൻ സുപ്രീം കോടതി അടുത്ത കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് റൊമാൻസ് വെബ് സീരീസ് കേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. സോ ഇറ്റ് കോസ്റ്റ് ഒബ്സനിറ്റി ചാർജസ് എഗെയിൻസ്റ്റ് യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ TVF എന്ന് പറയുന്നത്. Then stated that vulgar language does not necessarily amount to obscenity unless it arouses sexual and lustful thought. ഓക്കെ, ജസ്റ്റ് ഈ രൂപത്തിലുള്ള ഒരു വൾഗർ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ മാത്രം എന്തിലേക്ക് ലീഡ് ചെയ്യുന്നില്ല, ഒബ്സനിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നില്ല. മറിച്ച് അത് എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ലീഡ് ടു അറൗസൽ ഓഫ് ദ സെക്ഷൽ ആൻഡ് ലസ്റ്റ്ഫുൾ തോട്ട്സ്. അതിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എന്തിലേക്ക് നമുക്കൊരു അതൊരു ഒബ്സനിറ്റിയുടെ അണ്ടറിലേക്ക് വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെക്ലിൻ ടെസ്റ്റ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെക്ലിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് കുറെ കൂടെ ബ്രോഡ് ആണ്. അതുപോലെ തന്നെ ഒബ്സനിറ്റി ക്രൈറ്റീരിയസ് എന്താണ്, കുറെ കൂടെ റിജിഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ആണ്. ദെൻ നമ്മൾ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ടെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് കോണ്ടെക്സ്റ്റൽ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, അപ്ലൈ ചെയ്യാറുള്ളത്. Then evaluating obscenity through evolving standards.